Hi, good evening, all. Welcome to Let's Update Language Academies. Yet another live session based on tomorrow's examination. So you can ask your doubts and clear your doubts and attempt your examination with lots of confidence. സോ അങ്ങനെ ഡിസംബർ 1 അല്ലേ, ഒരു നല്ലൊരു മാസത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് നാളെ ഒരു എക്സാമിനേഷൻ വരുവാണ്. അപ്പോൾ ആ ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്, വി അണ്ടർസ്റ്റാൻഡ്. ആൻഡ് അവർക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ എന്താ പറയുക, എപ്പോഴും ഞങ്ങൾ പറയുന്ന പോലെ നമുക്ക് ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ പുതിയതായിട്ട് പഠിക്കാനല്ല പോകുന്നത്, മറിച്ച് നമുക്കിതിൽ ലാസ്റ്റ് മിനിറ്റ് ഉള്ള ഡൗട്ട്സും കൺസേൺസും പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ലൈവ് സെഷൻ്റെ ഉദ്ദേശം. ഓക്കെ, സോ എല്ലാ കുട്ടികളും നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും കമൻറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ യു ക്യാൻ ആസ്ക് യുവർ ഡൗട്ട്സ്. നമുക്കത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെ ആയിരിക്കട്ടെ അല്ലേ ഇന്നത്തെ സെഷൻ. And I think it's been a while since we have come with a live session. Yes, that's true. Hi, good evening, Papita. Nice to see you here. അപ്പോൾ നമ്മൾ കുറച്ച് കാരണത്താൽ ഇടയ്ക്ക് നമുക്ക് ലൈവ് സെഷൻസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഐ മീൻ ഇൻ ബിറ്റ്വീൻ ഐ തിങ്ക് ജസ്റ്റ് 2 ടൈംസ് അല്ലേ. അപ്പോൾ നമുക്ക് ഒത്തിരി മെസ്സേജസ് വന്നിരുന്നു ഈ ഒരു ലൈവ് സെഷന് വേണ്ടി. പിന്നെ നമ്മുടെ ക്ലിയർ ചെയ്യാത്ത സ്റ്റുഡൻസ് തന്നെ എപ്പോഴും നമ്മുടെ ഇനി അറ്റംപ്റ്റ് ചെയ്യാനുള്ള സ്റ്റുഡൻസിനൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്യാനൊക്കെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ പറയുന്നത്, നിങ്ങൾ ലൈവ് സെഷൻസ് ഒന്നും മിസ് ചെയ്യരുത്, ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമിയിലെ വീഡിയോസ് ഒന്നും മിസ് ചെയ്യരുത്, അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാനെന്നൊക്കെ. സോ ദാറ്റ്സ് ബീൻ വെരി പോസിറ്റീവ് വേർഡ്സ് ഫോർ അസ്. സോ നമ്മൾ ഇവിടെ ഇരുന്ന് ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് അത്ര തന്നെ യൂസ്ഫുൾ ആകുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റിംഗ് കേസ് നോട്ട്സിനെ ബേസ് ലൈവ് സെഷൻസ്, അതെ, നമ്മളൊരു സീരീസ് ഓഫ് ലൈവ് സെഷൻസ് അറൌണ്ട് 35 സംതിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അത് കണ്ടിന്യൂസ്ലി. അത് തീർച്ചയായിട്ടും അത് റിസൾട്ട് കഴിഞ്ഞിട്ട് നമ്മളോട് താങ്ക്സ് ഗ്രാറ്റിറ്റ്യൂഡ്സ് അറിയിക്കാനും അതുപോലെ അവരുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന സ്റ്റുഡൻസ് കുട്ടികളോട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യിക്കാൻ നേരത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ കൃത്യം നമ്പർ നമ്മൾക്കറിയത്തില്ല എത്ര ലൈവ് സെഷൻസ് നമ്മൾ സോഫാർ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ എത്ര ലെറ്റേഴ്സ് ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമിയുടെ FB പേജസിൽ കിടപ്പുണ്ട് എന്നുള്ളത്, സ്പീക്കിംഗ് ആണെങ്കിലും സ്പീക്കിംഗ് കാർഡ്സ് ആണെങ്കിലും കൃത്യമായി അവർ നോക്കി പറയുന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അത്രയും ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു കാരണം തന്നെ മെറ്റീരിയൽസിന്റെ ഒരു ക്വാളിറ്റിയാണ് തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. കാരണം എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാമിന് വന്നിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽസ് കുട്ടികൾക്ക് കിട്ടുമ്പോൾ നമുക്കറിയാലോ, OETയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഒരു മെറ്റീരിയൽ പോലും നമുക്ക് തരുന്നില്ല. അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ ആകെ ഓരോ പ്രൊഫഷണലും 5 മെറ്റീരിയലൊക്കെ സാമ്പിളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. മാത്രമല്ല ആ മെറ്റീരിയൽസ് കംപ്ലീറ്റ്ലി എക്സാം ഓറിയന്റഡും അല്ല, അത് ജസ്റ്റ് ഒരു സാമ്പിൾ ഇൻട്രൊഡ്യൂസിങ് എ സാമ്പിൾ ആണ്. ഒഫീഷ്യൽ സൈറ്റിൽ റൈറ്റിംഗ് തന്നെ ലയണൽ രാമമൂർത്തി, ജെറാൾഡ് ബേക്കർ, അങ്ങനെ ഐ സ്റ്റിൽ റിമെമ്പർ ദ പേഷ്യൻസ് നെയിം, ഇവൻ അങ്ങനെ പേഷ്യൻസ് കേസ് നോട്ട്സ് ഉണ്ട്. പക്ഷേ ആ ഒരു പാറ്റേണേ അല്ല ഇപ്പോൾ അവർ ഫോളോ ചെയ്യുന്നത്. അത് ഓരോ എക്സാം കഴിയുന്തോറും ദേ ഓൾസോ ഇവോൾവ്, അല്ലെങ്കിൽ അവരും ദർ ഷുഡ് ബി സം ചേഞ്ചസ് അല്ലേ. അപ്പോൾ ഓരോ എക്സാം കഴിയുന്തോറും ഒരു ചേഞ്ചസ് ഉണ്ടാവണം, പക്ഷേ ചേഞ്ചസിനും ഒരു ലിമിറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ദർ ഇസ് എ പാറ്റേൺ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ടുണ്ടാവാം. അപ്പോൾ ഓരോ എക്സാം കഴിയുന്തോറും എന്താണ് പുതിയ ചേഞ്ചസ് എന്ന് അറിയണം. നമ്മൾ കൃത്യമായിട്ടും അത് നോട്ട് ചെയ്ത് വെച്ച് ഓരോ എക്സാമിനും വന്ന ഇപ്പോൾ റൈറ്റിംഗ് ഒക്കെ നമ്മളിവിടെ പഠിപ്പിക്കുമ്പം ഓൺലൈനിലും റെഗുലറൊക്കെ ആണെങ്കിലും ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മൾ ഈ എക്സാം എഴുതിയ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ചലഞ്ചസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യനിൽ ഫേസ് ചെയ്തിരുന്നത്, അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സിമിലർ ചലഞ്ചസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യപ്പെടാം, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും നാളെ എക്സാമിന് വരാം. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിങ്ങൾ അതിനെ ടാക്കിൾ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ആ ഒരു രീതിയിലുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് തീർച്ചയായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെ I mean, those who are planning to write examination, I'm sure you can go through all our case notes, even still you have time. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കേസ് നോട്ട്സ് ആയാലും സ്പീക്കിംഗ് കാർഡ്സ് ആയാലും വൺസ് ഒന്ന് നോക്കി പോവുക. തീർച്ചയായിട്ടും ജസ്റ്റ് ഇറ്റ് വുഡ് ടേക്ക് സം ടൈം ഓൺലി. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഫുൾ സെഷൻ ഇരുന്ന് കേൾക്കണം എന്നല്ല, അല്ലെങ്കിൽ പോലും ആ മെറ്റീരിയൽസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവുക. ദിസ് ഇസ് കമ്മിങ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറി വൺ. എനിക്ക് വ്യക്തമായി കൃത്യമായി പറയാൻ സാധിക്കും അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും. ഒന്നും വേണ്ട, നാളെ എക്സാമ്പിൾ നിങ്ങൾ ലെക്ചറിൽ പഠിക്കാത്തൊരു കുട്ടിയാണ് നിങ്ങൾ ലൈവ് സെഷൻ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമാണ്, ഇന്ന് നാളെ എക്സാമാണ്, ഇന്ന് നിങ്ങൾ പ്രിയങ്ക മാമിൻ്റെ സ്പീക്കിംഗ് കാർഡ്സിൻ്റെ ലൈവ് സെഷൻസ് ഫേസ്ബുക്കിലുണ്ട്, യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നോക്കാം. ജസ്റ്റ് ഗോ ത്രൂ ദോസ് കാർഡ്സ്, ജസ്റ്റ് ഗോ ത്രൂ വാട്ട് ഷീ സെയിങ്. ആൻഡ് അതുപോലെ തന്നെ റൈറ്റിംഗ് കേസ് നോട്ടാണെങ്കിലും ജസ്റ്റ് ഗോ ത്രൂ ദ മാക്സിമം നമ്പർ ഓഫ് കേസ് നോട്ട്സ് ഇഫ് യു ക്യാൻ. നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനിയും സമയമുണ്ട്. നമുക്ക് വി ഹാവ് ദ നൈറ്റ് ഈസ് സ്റ്റിൽ യങ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ
ഈ പറയുന്ന ലൈവ് സെഷൻസിലൂടെയൊക്കെ നിങ്ങൾ ലെറ്റ് സബ്ജക്റ്റ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്കൊരു കൺസേൺ ഇല്ല. ഇനി അതല്ല നിങ്ങൾ സെൽഫായിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പഠിക്കുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ നിങ്ങൾ പഠിക്കുന്ന മെറ്റീരിയൽസിൽ നിങ്ങൾക്കൊരു കൺസേൺ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ ഗോ ത്രൂ അവർ മെറ്റീരിയൽസ് ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ റിയലി ഹെൽപ്ഫുൾ ആസ്പെക്ട് when it comes to tomorrow's examination. Not just tomorrow's examination, it is also the students also preparing for exams in the nearby dates. So തീർച്ചയായിട്ടും നിങ്ങൾ എക്സാം മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല കുട്ടികളും OET പലതവണ എഴുതേണ്ടി വരുന്നുണ്ട്. 5, 6, 10 തവണയൊക്കെ OET എഴുതേണ്ടി വരുന്ന കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. അപ്പോൾ അത് ഇപ്പം ലെറ്റ് സബ്ജക്റ്റിൽ വന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾ എല്ലാവരും ക്രാക്ക് ചെയ്യും എന്ന് നമ്മൾ ഒരു ഫേക്ക് പ്രോമിസ് നമ്മൾ തരത്തില്ല. അതെ. തീർച്ചയായിട്ടും ലൈക്ക് ദർ ഇസ് എ പ്രാക്ടിക്കൽ തിങ് അറൗണ്ട് ഇറ്റ്. അന്നത്തെ ഒരു എക്സാം ഡേറ്റിന്റെ സ്പെഷ്യാലിറ്റിയും എല്ലാം അതിന് ഡിപ്പെൻഡ് തീർച്ചയായിട്ടും. ചെയ്തിട്ടാണ്. പക്ഷെ എന്നാൽ നമ്മൾ പോലും നമ്മൾ ചില യെസ് ചലഞ്ചുകൾ ഇത് ഈ കാര്യത്തിൽ നമ്മൾ തന്നെ ഏറ്റെടുക്കാറുണ്ട്. വിചാരിച്ചിരുന്നത് 60%, 65, 70 ഒക്കെ ആയിരുന്നു നമ്മുടെ ഒരു മാക്സിമം വിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ 2023 ന്യൂ ബിഗിനേഴ്സിനെ വെച്ച് നമ്മൾ ഒരു ചാലഞ്ച് ഏറ്റെടുത്തു. മാം പറഞ്ഞതുപോലെ ജയിച്ചതിന് ശേഷം ഫീസ് അടച്ചാൽ മതി എന്ന് പറയുന്നൊരു ചാലഞ്ച് ഏറ്റെടുത്തു. ആൻഡ് നമ്മൾ 100 അഡ്മിഷൻസിനാണ് പെർമിഷൻ കൊടുത്തിരുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിൽ അറൗണ്ട് ഒരു 80+ സ്റ്റുഡൻസ് ജയിച്ചിട്ടുണ്ട്. കുറച്ച് തീർച്ചയായിട്ടും. പേര് ഡ്യൂ ടു സം ഇൻകൺവീനിയൻസ് ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെട്ട് വന്നവരുടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട്. അല്ലാത്ത ഇനി എനിക്ക് തോന്നുന്നു വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് കുട്ടികൾ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ മാത്രമാണ്. ഇനി ആ എക്സാം ക്ലിയർ ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 90% പാസ്സായാൽ തന്നെ 90% കുട്ടികളും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ക്ലിയർ ചെയ്തവരാണ്. ആയത്. സോ വളരെ സോ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതെ അതെ, അതിനെ പറ്റി പറയുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ സ്റ്റുഡൻസ് ഒക്കെ പുറത്ത് ഇപ്പോഴും ഉള്ളവരാണ്. അപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് വെറുതെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് ആണ്, അവർ ക്ലിയർ ആയി പോയതാണ്, അവരുടെ കൂടെയുള്ള സ്റ്റുഡൻസ് ജയിച്ചു ക്ലിയർ ആയോ ഉള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാവുന്നതാണ്. സോ അതെ നമ്മൾ വളരെ പ്രൗഡായിട്ട് തന്നെയാണ് അത്രയും നല്ല പെർസെന്റ് ഓഫ് റിസൾട്ട്സ് നമുക്ക് ഈ ഒരു എന്താ പറയുക ജയിച്ചതിന് ശേഷം മാത്രം ഫീസ് അടയ്ക്കൂ എന്ന് പറയുന്ന ഒരു ഓഫർ വെച്ചതിലൂടെ. അപ്പൊ അതിൽ നമ്മളും ഹാർഡ് വർക്ക് ചെയ്യുക തന്നെയായിരുന്നു. ബിക്കോസ് ഇപ്പൊ നിങ്ങളെ ഞങ്ങൾ പഠിക്കാൻ വിളിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡും കൂടി ഉണ്ട് അല്ലേ, എങ്ങനെ പഠിക്കണം, എത്ര സമയം സ്പെൻഡ് ചെയ്യണം. പക്ഷെ ഇവിടെ ഞങ്ങളും കൂടുതൽ റെസ്പോൺസിബിൾ ആയിരുന്നു. ഇത്ര സമയം തന്നെ നിങ്ങൾ പഠിക്കണം എന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലീവ് എടുക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിമാൻഡ് ചെയ്ത് കുറേയും കൂടി റെസ്പോൺസിബിൾ ആയിട്ടാണ് നമ്മൾ ആ ഒരു ബാച്ചിനെ നമ്മൾ ഡീൽ ചെയ്തത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇനിയും അതേ ഓഫേഴ്സ് ഫോർ ദ ബിഗിനേഴ്സ് വരുന്നുണ്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദാറ്റ്. ആൻഡ് അഗൈൻ യെസ് ഞാൻ എപ്പോഴും എക്സാമിൻ്റെ തലേദിവസമുള്ള ലൈവ് സെഷൻസിൽ പല സ്റ്റുഡൻസ് എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് OET ക്വസ്റ്റ്യൻ പേപ്പർ സ്കാം. ഇന്ന് എനിക്കിത് കുറച്ചും കൂടെ എന്താ പറയുക കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ ഇരുന്ന് പറയാൻ സാധിക്കും. കാരണം നമ്മൾ ഇപ്പോൾ TV എടുത്ത് ന്യൂസ് ചാനൽസ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിനെപ്പറ്റി റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം പലരും ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടാവും, കുറേ പേര് ഇതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുള്ളവരുണ്ടാവും. നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കുറേ പേര് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു സ്കാം എന്താ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി അതെ പോകുന്നുണ്ടല്ലോ, ദെൻ വൈ ഷുഡ് വി വേസ്റ്റ് 2 or 3 years അല്ലെങ്കിൽ 1 year ഫോർ ദ ഹോൾ OET എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഈസി ആയിട്ട് പോകുന്നവരുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇത്രയും ടൈം വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ അത് ഈ പ്രീവിയസ് ലൈവ് സെഷൻസ് ഓരോന്നും നിങ്ങൾ എടുത്ത് നോക്കിയാൽ എക്സാമിന് മുന്നേ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയുള്ള സ്കാംസ് ഇവിടെ നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഓപ്പൺ സീക്രട്ട്. അപ്പോൾ അതിൽ ആരും ചെന്ന് പെടരുത്. നിങ്ങൾ എക്സാമിനേഷന് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ എക്സാം എഴുതുക. ഇത് ക്ലിയർ ആവാൻ പറ്റാത്ത എക്സാം ഒന്നും അല്ല. തീർച്ചയായിട്ടും. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ആൻഡ് ഇനി ബാക്കി നമുക്ക് എന്താ പറയുക, ഇത് ചർച്ചകളും കേസുകളുമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് ഇനി കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, എക്സാമിൻ്റെ തലേദിവസമാണ് ഇത്തരത്തിലുള്ള ക്യാൻവാസിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. നമ്മുടെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പ്സിൽ റാൻഡമായിട്ട് വരുന്ന മെസ്സേജസ് വി കീപ്പ് ഓൺ ഡിലീറ്റിങ് ഇറ്റ്. ഇത് പബ്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ്. പബ്ലിക് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കുറേ പേര് വന്നിട്ട് ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള പ്രൊഫൈൽസിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ഇങ്ങനെ വി കീപ്പ് ഓൺ, നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ മാത്രമാണ് കൂടുതൽ സമയമുള്ളത്. അതിന് മാത്രമാണ് നമുക്ക് പലപ്പോഴും സമയമുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വളരെ പോപ്പുലർ ആയിട്ട് നടക്കുകയും പിന്നെ ഇത് ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ആരോടും പുറത്ത് പറയാൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. കാരണം നിങ്ങൾ അതിൽ പെട്ടുപോയി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതിയിലും നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആവരുത്. വർക്ക് ഹാർഡ്, ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു സക്സീഡ്. അത് എന്താ പറയുക, നമ്മളുടെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു പോയ ഓരോ സ്റ്റുഡൻസിൻ്റെയും വാക്കുകളിലുണ്ട്. അവർ ചിലപ്പോൾ 3 മാസം എടുത്തവർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തത് ഒത്തിരി പേരുണ്ടാവും, സെക്കൻഡ് അറ്റംപ്റ്റ് ഉണ്ടാവും, പലയിടത്തുനിന്നും കുറേ നാൾ കഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് വന്ന് ക്ലിയർ ചെയ്യുന്നവരുണ്ടാവും.
പല കാരണത്താൽ എന്താ പറയുക നമ്മളുടെ ലാംഗ്വേജ് ലെവൽ ചിലപ്പോൾ സെയിം ആവണമെന്നില്ല അല്ലേ, കുറച്ച് കൂടുതൽ ടൈം നമ്മൾ 4-5 മാസം സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ 2-3 വട്ടം എഴുതിയിട്ട് ക്ലിയർ ചെയ്യുന്നവരുണ്ടാവും. ബട്ട് ഡെഫിനറ്റ്ലി ഇഫ് യു പുട്ട് ഹാർഡ് വർക്ക് ഡെഫിനറ്റ്ലി യു വിൽ ക്ലിയർ OET എക്സാമിനേഷൻ, ദാറ്റ് ഈസ് ഫോർ ഷുവർ. ഓക്കെ, അത് എന്ത് തന്നെ എക്സാം ആയാലും. സോ കീപ്പിംഗ് ഓൾ ദീസ് തിങ്സ് എസൈഡ്, നമ്മൾ ക്രിസ്മസിനെ പറ്റി പറഞ്ഞപ്പോൾ ഈ ഒരു എന്താ പറയുക, ദിസ് ഇയർ ഇസ് ഗോയിങ് ടു കമ്മിങ് ടു ആൻ എൻഡ്. അപ്പോൾ ഇനി ഒരു എക്സാമും കൂടി ഈ മന്ത് ഉണ്ട് അല്ലേ. സോ ആ ഒരു എക്സാമിന് ശേഷം നമ്മൾ പുതിയൊരു വർഷത്തേക്കാണ് പോകുന്നത്. സോ വിത്ത് ലോട്ട്സ് ഓഫ് ഹോപ്പ്. അപ്പോൾ ഈ ഒരു എക്സാം എന്തായാലും നമുക്ക് ക്ലിയർ ചെയ്യണം. അങ്ങനെ ഇനി എക്സാം എഴുതാനായിട്ട് പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും യു ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാം, നാളത്തെ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എസ്പെഷ്യലി റൈറ്റിംഗ്, സ്പീക്കിംഗ് ആ മൊഡ്യൂൾസിലാണ്, പ്രൊഡക്റ്റീവ് മൊഡ്യൂൾസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന റൈറ്റിംഗ്, സ്പീക്കിംഗ് മൊഡ്യൂൾസിലാണ് കൂടുതലും ഒരുപക്ഷെ ഡൗട്ട്സ് വരാൻ സാധ്യതയുള്ളത്. ലിസണിങ് റീഡിംഗ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇവോൾവ് ആവേണ്ട 2 മൊഡ്യൂൾസ് ആണ് വിത്ത് പ്രോപ്പർ ക്ലാസ്സസ് ആൻഡ് ഡിസ്കഷൻസ്. തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ ലിസണിങ് ആൻഡ് റീഡിങ്ങിനെ പറ്റി പറയുമ്പോൾ ഡെഫിനറ്റ്ലി ലിസണിങ് ആൻഡ് റീഡിങ് ഇസ് സംതിങ് ദാറ്റ് ആസ് sir has mentioned, something that we should evolve at the same time when it comes to IELTS and OET. IELTS OET നെ സംബന്ധിച്ച് വരാൻ നേരത്തെ it has got some നമ്മുടെ നാച്ചുറൽ ലിസണിങ് കപ്പാസിറ്റി, ലിസണിങ്ങിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കപ്പാസിറ്റി അത് റീഡിങ്ങിലാണെങ്കിലും ഇംപ്രൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വാട്ട് വി ഹാവ് ടു ടേക്ക് കെയർ ഇസ് another thing is ഇതിൻ്റെ ടാക്ടിക്സ് ആൻഡ് ടെക്നിക്സ് കോമ്പറ്റേറ്റീവ് ആണിത്. അപ്പോൾ അതിൻ്റെ ടാക്ടിക്സ് ആൻഡ് ടെക്നിക്സിൽ കൂടെ നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അഗൈൻ ദാറ്റ് ഡസൻ കം വിത്ത് എ 1 day സെഷൻ. അത് ഒരു ഡേ സെഷനിലൊന്നും അല്ല. നമ്മൾ മെറ്റീരിയൽസ് ആയിട്ട് ഫെമിലറൈസ് ആവണം, അതിനകത്ത് കോമൺ ആയിട്ടുള്ള വൊക്കാബുലറി ആയിട്ട് ഫെമിലറൈസ് ആവണം, അത് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫെമിലിയർ ആവണം. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ദ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക എന്നുള്ള കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ റൈറ്റിംഗ് സ്പീക്കിങ്ങിലേക്ക് ഇപ്പോൾ ഡൗട്ട്സ് ചോദിക്കാമെന്ന് തീർച്ചയായിട്ടും പറയാൻ കാരണം നമുക്കത് ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇന്ന് തന്നെയാണെങ്കിൽ നമുക്കത് തിരുത്തിയിട്ട് എക്സാമിന് പോകാൻ പറ്റും. വി ക്യാൻ ഈസിലി കറക്റ്റ്. പക്ഷേ റീഡിങ് ലിസണിങ് സ്കിൽസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ടു നൈറ്റ് നമുക്കിരുന്ന് സ്കോർ കൂട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് പ്രാക്ടിക്കൽ. ഒരു ഗ്രാജുവൽ പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റൈറ്റിംഗ് സ്പീക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഡെഫിനറ്റ്ലി വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു ഔട്ട് ആൻഡ് വി ഹാവ് few messages. Yes. Yeah. Babita Linu. Hi Babita. Shijo, good evening. Chittu, good evening. Devika, good evening. Ampali, good evening. Stephen has given a comment. I actually didn't understand, but it's interesting. English language in Malayalam, wonderful. Okay, English language in Malayalam. I didn't get it, but then നമ്മുടെ ഓഡിയൻസ് ഫുള്ള് മലയാളികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മലയാളം ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ നേഴ്സ് സുഹൃത്തുക്കളാണ്, അവർ പച്ച മലയാളം സംസാരിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് മലയാളത്തിൽ തന്നെയായിരിക്കും. ആൻഡ് വി ആർ ടോക്കിംഗ് about English, so definitely we'll have to switch to English as well. So good evening Reshma and Cincy. Hi, good evening. Liju. Hi, good evening Liju, nice to see you. Anjana, good evening. Okay, so coming to the core of the session, നമുക്ക് സെഷൻ്റെ ആ മേജർ ഐഡിയയിലോട്ട് വരാം. You can start asking questions. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളുടെ അടുത്ത് റിഗാർഡിംഗ് ദ ലിസണിങ് റൈറ്റിംഗ് ഇനീഷ്യൽ ഇൻഹിബിഷൻ ആണ് എപ്പോഴും കുട്ടികൾക്ക് ചോദ്യമാണ്. ഓക്കെ, വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്താൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ ജനറൽ ആയിട്ട് സ്പീക്കിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പം സ്പീക്കിംഗ്, സോ ഐ ബി ഡീലിംഗ് വിത്ത് സ്പീക്കിംഗ് ആൻഡ് വിൽ ബി ടോക്കിംഗ് മോർ അബൌട്ട് റൈറ്റിംഗ് പാർട്ട്. അപ്പോൾ സ്പീക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന കാർഡ്സ് ഒക്കെ നിങ്ങളൊന്ന് ഫെമിലിയറൈസ് ചെയ്തിരിക്കുക. അപ്പോഴാണ് ഞാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കാർഡ്സ് നിങ്ങളൊന്ന് FBയിൽ കയറുക, ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എക്സാമിനേഷന് പോവാം. ദാറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ, ഐ എം ടെല്ലിങ് യു. അതുപോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഇംഗ്ലീഷ് കോമ്പിറ്റൻസി എക്സാമിനേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ലെവൽ ഓഫ് ലാംഗ്വേജ് ഇസ് ഓൾസോ സോ ഇമ്പോർട്ടൻറ്റ് അല്ലേ. നമ്മളെല്ലാവരും ഒത്തിരി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയുന്നവരായിരിക്കില്ല. ചിലർക്ക് അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്നവരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്പീക്കിംഗ് പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് അതിലോട്ട് അഡാപ്റ്റ് ആവാനായിട്ട് പറ്റും. ഓൺ ദി അതർ ഹാൻഡ് വി മൈ ബി ലിറ്റിൽ hesitant to speak English, and also there is a chance that we make mistakes and we have fumbling in between. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പൊക്കെ വരുന്ന ആ ഒരു ആവറേജ് ലെവലിൽ ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലേ. ദ പാറ്റേൺ ഓഫ് ദ കാർഡ്, ആ പാറ്റേൺ ഓഫ് ദ കാർഡിൽ
സിമിലർ ആയിട്ട് എല്ലാ കാർഡുകളും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സെൻറ്റൻസുകൾ, അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. അതിൽ കൂടുതലായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഇൻഫർമേഷൻ ആൻഡ് ഓൾസോ ഹൗ പൊളൈറ്റ് വി ഹാവ് ടു ബി, എത്രത്തോളം പൊളൈറ്റ് ആയിരിക്കണം. അപ്പോൾ പൊളൈറ്റ് ആകാൻ വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ടാഗ്സ് ആയിക്കോട്ടെ, ദ വേ ഓഫ് റെസ്പോൺസ് ആയിക്കൊള്ളട്ടെ, അതൊക്കെ എന്താണ്, ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതി പ്രിപ്പയർ ചെയ്ത് വെച്ച് നമുക്കത് പറഞ്ഞ് നോക്കി കുറച്ചുകൂടെ കോൺഫിഡൻറ്റ് ആവാനായിട്ട് സാധിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ, it is so important, the three important words that we shouldn't forget when you speak English language is thank you, sorry and please അല്ലേ. താങ്ക് യു പറയണം, സോറി പറയണം, ആൻഡ് ഓൾസോ വി ഹാവ് ടു ബി വെരി pleasing and we should use the word please every time. So ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്, നമുക്ക് ചിലപ്പം ഒത്തിരി ഇപ്പം ഒരു 6 ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ടാവും. സോ നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ 6 ബുള്ളറ്റ് പോയിന്റ്സിൽ all these 6 bullet points has to be completed and we have to communicate this information to the patient എന്നുള്ളതാണ്. പേഷ്യൻറ്റിനോട് നമ്മൾ ഈ all the 6 bullet points has to be communicated. പക്ഷേ at the same time, like after completing one bullet point you should expect a response from the patient side. പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നമ്മളൊരു റെസ്പോൺസ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പം ആ പേഷ്യൻറ്റ് റെസ്പോണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ ആ പേഷ്യൻ്റെ റെസ്പോൺസ് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ അടുത്ത ബുള്ളറ്റ് പോയിന്റിലോട്ട് പോവുകയല്ല വേണ്ടത്, മറിച്ച് ഗീവ് പ്രോപ്പർ റിയാക്ഷൻ ടു ദ പേഷ്യൻറ്റ്, ദെൻ ഓൺലി യു ഷുഡ് മൂവ് ടു ദ സെക്കൻഡ് ബുള്ളറ്റ് പോയിന്റ്. സോ കീപ് ദിസ് ഇൻ മൈൻഡ്. നമ്മൾ ഒരു ബുള്ളറ്റ് പോയിന്റ് കഴിഞ്ഞ് പേഷ്യൻറ്റിൻ്റെ ഉത്തരത്തിന് മികച്ച മറുപടി കൊടുത്തതിന് ശേഷം മാത്രമാണ് അടുത്ത ബുള്ളറ്റ് പോയിന്റിലോട്ട് പോവുക. ബിക്കോസ് നമ്മൾ കാർഡ് കിട്ടിക്കഴിയുമ്പോൾ വിൽ ബി വെരി മച്ച് ഫോക്കസ്ഡ് ഓൺ ഗിവിങ് ഇൻഫർമേഷൻ ടു ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റിന് ഇൻഫർമേഷൻ കൊടുക്കുന്നതിലായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആ ബുള്ളറ്റ് പോയിന്റ്സ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ദ ആക്റ്റീവ് കോൺവെർസേഷൻ ഡസൻ ഹാപ്പൻ. സോ വാട്ട് യു നീഡ് ടു ഡു ഇസ് ഡു നോട്ട് ഫിഗർ ദാറ്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് വൺ ബുള്ളറ്റ് പോയിന്റ് I should expect an answer from the patient side and I should respond to that answer, then I can go to the next bullet point. Okay, for example, how are you feeling now എന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റിൽ കിടക്കുന്നത്. We have asked that question to the patient. So I would like to know how are you feeling now, feeling right now എന്ന് നമ്മൾ ചോദിച്ചു. The patient is telling us that I'm feeling really bad, that yesterday I had a severe headache എന്നൊക്കെ പറയാണ്. ഓക്കെ, സോ our second bullet point that when it started എന്നുള്ളതാണ്. ഓക്കെ, സപ്പോസ് വി നീഡ് ടു ആസ്ക് ദറ്റ് when it started. എനിക്ക് സിവിയർ, ഇന്നലെ നല്ല തലവേദന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആളോട് നമുക്ക് അടുത്തതായിട്ട് ചോദിക്കുന്നത് എപ്പോൾ തുടങ്ങിയത്, ഇന്നലെ ഏത് സമയത്താണ് തുടങ്ങിയതെന്നായിരിക്കാം. പക്ഷേ see, the patient have communicated that I'm having severe headache. So your next thing that you need to do is like, I'm so sorry to hear that, but don't worry, I'm here to help you. ഓക്കെ, സോ ഞാൻ ഇവിടെ ഉണ്ട്, പേടിക്കണ്ട എന്ന് നിങ്ങൾ കംഫർട്ട് ആക്കിയതിന് ശേഷം മാത്രമേ യു ക്യാൻ സേ, ബട്ട് ബിഫോർ ദാറ്റ് ഐ നീഡ് ടു കളക്ട് ഇൻഫർമേഷൻ ഫ്രം യുവർ സൈഡ് റിഗാർഡിങ് യുവർ കറൻറ്റ് കണ്ടീഷൻ. സോ പ്ലീസ് ടെൽ മീ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് അല്ലേ. സോ അത്തരത്തിൽ നമ്മൾ നോക്കി പോവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ബിഫോർ യു മൂവിങ് ടു bullet points, it's so important that you have to give proper reaction. So those who are going to write examination tomorrow, please keep this in mind. And do you have some general things to share with the students? ജനറലായിട്ട് റൈറ്റിങ്ങിനെ പറ്റി എപ്പോഴും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാനിക് ആവാതിരിക്കുക എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി OET is an examination conducted worldwide and OET has its own notions അല്ലേ. അവർക്ക് സെറ്റ് പ്രപ്പോർഷൻ ഓഫ് കുട്ടികളെ മാത്രമേ അവർ പാസ്സാക്കൂ എന്നുള്ളൊരു പ്രപ്പോർഷനുണ്ട്, റേഷ്യോ ഉണ്ട്. സോ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല അവർ തരിക. ദർ വിൽ ബി സം ട്രിക്കി എലമെൻറ്റ്സ് ആസ് ഫാർ ആസ് എവരി കേസ് നോട്ട്സ് ഇസ് കൺസേൺഡ്. എല്ലാ കേസ് നോട്ട്സിലും ഈ പറയുന്നത് പോലെ ഏതെങ്കിലും രീതിയിലൊക്കെ കുട്ടികളെ അവർ കൺഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. ലൈക്ക് ചിലപ്പോൾ അത് ടൈപ്പ് ഓഫ് ലെറ്റർ എന്താണെന്ന് മനസ്സിലാക്കാൻ ഉള്ളൊരു ബുദ്ധിമുട്ടായിരിക്കാം, ചിലപ്പോൾ അൺനോൺ കേസ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, ചിലപ്പോൾ അതിൽ ഏതൊക്കെ ഡേറ്റ കൃത്യമായിട്ട് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം, ചിലപ്പോൾ അതിൽ ഓർഗനൈസേഷൻ ലെവലിൽ കൺഫ്യൂഷൻ ഉണ്ടാകാം. സോ പല രീതിയിൽ കൺഫ്യൂഷൻസ് OET ക്രിയേറ്റ് ചെയ്യപ്പെടും. ആൻഡ് അവിടെ ഒരിക്കലും നിങ്ങൾ പാനിക് ആവാതിരിക്കുക. ആൻഡ് നിങ്ങളുടെ കൈ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഏതും ആയിക്കോട്ടെ, ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് തെറലി. നിങ്ങൾക്ക് നന്നായിട്ട് അത് തറവായിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. അപ്പോൾ ഇനീഷ്യലി 5 minutes മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഐ റെക്കമെൻഡ് മൈ സ്റ്റുഡൻസ് ടു സ്പെൻഡ് അറൗണ്ട് അറ്റ്ലീസ്റ്റ് 8 minutes. സുഖമായിട്ടും 8 minutes നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അല്ലാതെ 8 minutes നമ്മൾ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. ആ 8 minutes നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. അതിൽ കൃത്യമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് ബേസിക് ആയിട്ടുള്ള അല്ലേ ആർക്ക് ടു ഹും യു ആർ റൈറ്റിംഗ്,
ദ പേർപ്പസ് ഓഫ് റൈറ്റിംഗ് എന്താണ്, അതുപോലെ തന്നെ വെദർ ഇറ്റ് ഇസ് എ നോൺ ഓർ അൺനോൺ കേസ്, ആൻഡ് ദ ടൈപ്പ് ഓഫ് ലെറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമം ആദ്യം ഉണ്ടാക്കുക. അതിനുശേഷം അതിൽ ഡേറ്റ എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളത് അല്ലേ. അപ്പം ഒന്നും രണ്ടും തവണ ചിലപ്പം കേസ് നോട്ട് വായിക്കേണ്ടി വരും. ആദ്യം ഫസ്റ്റ് ഹാൻഡ് റീഡിങ്ങിൽ തന്നെ നിങ്ങൾ ഒരു കൺക്ലൂഷനിലേക്ക് പോകാതിരിക്കുക. കാരണം നമ്മൾ കേസ് നോട്ട് വായിച്ച് തുടങ്ങുമ്പോഴേ അത് വേണ്ട ഇത് വേണം നമുക്കൊരിക്കലും കൺക്ലൂഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഒരു ഓവറോൾ പിക്ചർ കിട്ടി. കേസ് നോട്ട് മുഴുവൻ വായിച്ചതിന് ശേഷം നമുക്ക് ചിലപ്പോൾ ഒരു ഓക്കെ ആ ഡേറ്റ ഇനി നമുക്ക് വേണ്ടാന്ന് തോന്നുന്നു എന്നാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ ട്വൈസ് ഒരു ത്രൈസ് എങ്കിലും നിങ്ങൾ കേസ് നോട്ട് വായിച്ച് കൃത്യമായിട്ടും ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. സോറി. സോ ദീസ് ആർ ദ ഡേറ്റ വിച്ച് ഐ എം ഗോയിങ് ടു സെലക്ട്. ഇതൊക്കെ എനിക്ക് വേണ്ട എന്നുള്ള ഒരു ഡേറ്റ സെലക്ഷൻ കൃത്യമായിട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ എങ്ങനെയാണ് ഞാൻ ഈ ലെറ്റർ ഓർഗനൈസ് ചെയ്യപ്പെടുന്നത്, എന്തൊക്കെയാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ബോഡി ഇവൻറ്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അത് കൃത്യമായിട്ടും ഏതൊക്കെ രീതിയിൽ ആ ലെറ്ററിനെ നമുക്ക് ഓർഗനൈസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയും ഒന്ന് പഠിക്കുക. ആൻഡ് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്പോഴേക്ക് ഏകദേശം ഈ പറയുന്ന പോലെ 5 to 8 minutes നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പ്രോപ്പറായിട്ട് ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയി. ലൈക്ക് വി ഹാവ് ക്ലിയർലി അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ, അതിൽ എന്തൊക്കെ ട്രിക്കി എലമെൻസ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കി, അതിൻ്റെ സൊല്യൂഷൻസ് എൻ്റെ കയ്യിലുണ്ട്, ഏതൊക്കെ ഡേറ്റ ആണ് റീഡറിനെ അറിയിക്കേണ്ടതെന്ന് എനിക്ക് കൃത്യമായൊരു ബോധ്യമുണ്ട്, അതുപോലെ തന്നെ ഇത് എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനീഷ്യലി ചെയ്യേണ്ടത്. അപ്പോൾ ആ പ്ലാനിങ്ങിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ലെറ്റർ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. ഇഫ് യു ഹാവ് പ്രോപ്പർലി ഡൺ ഓർ റിസീവ്ഡ് ട്രെയിനിങ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ടൈം മാനേജ്മെൻറ്റിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വളരെ നീറ്റായിട്ടിരിക്കുക എഴുതേണ്ടത്. ഒരുപാട് മാച്ചും തിരുത്തിയും ഒന്നും എഴുതാതെ വളരെ നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. സോ ഇതൊക്കെയാണ് റൈറ്റിങ്ങിൽ ഇനീഷ്യലി നമ്മൾ മനസ്സിലാക്കേണ്ട So ഒരു കാര്യം. actually, like the very common doubt that we often face is that regarding the time reference നെ പറ്റിയിട്ടാണ്. സോ ചില ലെറ്ററിൽ നമ്മൾ കൃത്യമായിട്ട് ടൈം ഇങ്ങനെ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ എഴുതുകയും ചില ലെറ്ററിൽ ലൈക്ക് ബിഫോർ 1 month അങ്ങനെ നമ്മൾ റെഫർ ചെയ്യുകയും ചെയ്യാറുണ്ട്. സോ വാട്ട് ആർ ദോസ് സിറ്റുവേഷൻസ് വെയർ ലൈക്ക് വി ഹാവ് ടു ബി വെരി സ്പെസിഫിക് ഓൺ ഡേറ്റ് ആൻഡ് വാട്ട് ആർ ദോസ് സിറ്റുവേഷൻസ് വെയർ വി കൻ ജസ്റ്റ് മെൻഷൻ ദ ടൈം പീരീഡ്? ഇത് നമുക്ക് ഒരിക്കലും ഇതൊരു വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ബിക്കോസ് സ്റ്റുഡൻസ് ഇപ്പോഴും ചില കാര്യങ്ങൾ ഇങ്ങനെ കോൺക്രീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ബൈ ഹാർട്ട് ആക്കി വയ്ക്കുന്നത് കൊണ്ടാണ് പ്രശ്നം വരുന്നത്. കാരണം ഒരു പ്രസൻറ്റിംഗ് കംപ്ലൈൻറ്റ് എസ്പെഷ്യലി നമ്മൾ എഴുതുമ്പോൾ ഓൺ ഓർ ഡേറ്റ് മിസ്റ്റർ ഡാഷ് ഡാഷ് വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ എന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസിൽ കുട്ടികൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഏത് ലെറ്റർ കിട്ടിയാലും അത് ഏത് ഡേറ്റ് ആണെന്ന് നോക്കുന്നില്ല, ഓൺ ആ ഡേറ്റ് എഴുതുന്നു. ഒരു 1 year മുമ്പുള്ള ഡേറ്റ് ആയിരിക്കാം, 6 months മുമ്പുള്ള ഡേറ്റ് ആയിരിക്കാം, ചിലപ്പോൾ 1 week മുമ്പുള്ള ഡേറ്റ് ആയിരിക്കാം. അത് 1 week ആണോ 6 months ആണോ 1 year ആണോ 2 months ആണോ ഒന്നും നോക്കാതെ നമ്മൾ വെറുതെ അങ്ങോട്ട് എന്താണെങ്കിലും ആ ഡേറ്റ് അതുപോലെ എഴുതി വെക്കുകയാണ്. സോ ദാറ്റ് ഈസ് നോട്ട് ദ പ്രോപ്പർ വേ. അപ്പം നിങ്ങളോട് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇത് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും സിമ്പിളായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, അപ്പോൾ ടുഡേയ്സ് ഡേറ്റ് ഇസ് 1st of December 2023. And I'm telling her something that happened on yesterday, for instance. അപ്പോൾ കേസ് നോട്ടിൽ ഒരു പക്ഷേ കൊടുക്കുക ടുഡേയ്സ് ഡേറ്റ് ഈസ് 1st of December. യെസ്റ്റർഡേറ്റ്സ് ഡേറ്റ് വിൽ ബി ഗിവൺ അസ് 30th November 2023. So ഞാൻ if I am trying to communicate something to Priyanka which has happened yesterday, I will never be using on 30th November 2023 I went to market. I won't say that because that is nonsensical. അവിടെ നമ്മൾ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാലാണ് ഏറ്റവും നന്നായിട്ട് അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയും ഈ പറയുന്ന ഡേറ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്നില്ല. സോ വാട്ട് വി ഹാവ് ടു ഡു ഹിയർ ഈസ് ടു മേക്ക് ദി നറേഷൻ ഇൻ എ പ്രോപ്പറേറ്റ് വേ ആൻഡ് എഫക്റ്റീവ് ഡെഫിനറ്റ്ലി. അപ്പോൾ എങ്ങനെയാണ് ഓരോ ടൈം റെഫറൻസും ഓരോ ഡേറ്റ് റെപ്രസെൻറ്റേഷനും എങ്ങനെ നമ്മൾ പിച്ച് ചെയ്താലാണ് അത് കൃത്യമായിട്ട് റീഡറിന് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. അപ്പോൾ ഒരു 3 months 4 months മുമ്പ് നടന്നൊരു ഇൻസിഡൻറ്റിന് ആ ഡേറ്റിന് അത്രയും സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ പറഞ്ഞാൽ എത്രത്തോളം റീഡറിന് അത് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ December 1 ആണെന്നല്ലേ, ഇപ്പം May 28, 2023 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്ര നാൾ മുമ്പാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ചിലപ്പോൾ ഒരു പക്ഷേ പറ്റിയെന്ന് വരില്ല. പക്ഷേ May, June, July, August, September, October, November, സോ 6 months ബിഫോർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ഈ ഓൺ 28 May 2023 എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് 6 months ബിഫോർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അവിടെ റീഡറിന് മനസ്സിലാക്കാൻ പറ്റും. Can you give us an example where this date specification is so important in letter?
ഡേറ്റ് സ്പെസിഫിക്കേഷൻ അത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പോയിട്ട് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ നിയർ ബൈ ഡേറ്റ്സ് ആയിരിക്കും ആസ് ഡേറ്റ് സ്പെസിഫിക്കേഷൻ. ഡേറ്റ്സ് ആസ് സച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് നിയർ ബൈ ഡേറ്റ്സ് ആയിരിക്കും തീർച്ചയായിട്ടും, യൂസിങ് യുവർ കോമൺ സെൻസ് അല്ലേ. കാരണം ഇപ്പോൾ ഡിസംബർ 1 നവംബർ 25 എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓക്കെ, നവംബർ 25 ഡിസംബർ 1, ലൈക്ക് 6 ഡേയ്സ് 5 ഡേയ്സ് ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ ബ്രെയിന് അത് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ ഈ ഇപ്പം ചോദിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ഡേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകൾക്ക് നമ്മൾ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ദ പേർപ്പസ് ഷുഡ് ബി ഫോർ ഫർദർ അസസ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് ഡേറ്റുകൾക്ക് കുറച്ചും കൂടെ പ്രാധാന്യം ഉണ്ടാകുന്നത്. ലൈക്ക് നിങ്ങൾക്ക് കിട്ടുന്ന കേസ് നോട്ടുകളിൽ തന്നെ ദർ വിൽ ബി ലൈക്ക് ഒരു ആവറേജ് ഒരു പ്രൊപ്പോർഷൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ, ഒരു ആവറേജ് കേസ് നോട്ടിൽ 3 to 4 ഡേറ്റ്സ് എങ്കിലും ആവറേജ് വരാറുണ്ട്. ഐ എം നോട്ട് സെയിങ് എവറി കേസ് നോട്ട്. ഒരു 7 ഔട്ട് ഓഫ് 10 കേസ് നോട്ട്സ് എടുത്താൽ നമുക്കൊരു 3 to 4 ഡേറ്റ്സ് ആവറേജ് ഒരു കേസ് നോട്ട് കാണാൻ സാധിക്കും. അതിൽ ചില കേസ് നോട്ട്സിൽ ഈ പറയുന്നത് പോലെ ചിലർ ഇപ്പോൾ മാനേജേഴ്സ് ഡയറക്ടേഴ്സിനൊക്കെയാണ് നമ്മൾ എഴുതുന്നത്, നേഴ്സസിനൊക്കെയാണ് എഴുതുന്നതെങ്കിൽ ഇതിൽ ഒരു പക്ഷേ 1-2 ഡേറ്റുകളൊക്കെ ചിലപ്പോൾ നമ്മൾ എഴുതേണ്ടി വരുന്നുള്ളൂ. ഇനീഷ്യലി അഡ്മിറ്റ് ആയ ദിവസവും അതിനുശേഷം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് പറയാനുണ്ടെങ്കിലോ ഒക്കെ വരുന്നുള്ളൂ. പക്ഷേ ഡോക്ടേഴ്സിനൊക്കെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റുകൾക്ക് നമ്മൾ ഫർദർ അസസ്മെൻറ്റിനൊക്കെ ആയിട്ട് എഴുതുമ്പോൾ അവർക്ക് കൃത്യമായിട്ടും ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ്റെ ആ ഒരു പ്രോഗ്രസ്സും അല്ലെങ്കിൽ വേഴ്സൻ്റെ ആയ ഒരു രീതിയും കൃത്യമായിട്ട് മനസ്സിലാക്കണം. എത്ര സമയം എടുത്തിട്ടാണ് അതിങ്ങനെയാണ് മാറിയത്, അതിൽ നിന്ന് ഇങ്ങനെ ഇവോൾവ് ചെയ്യാൻ എത്ര സമയം എടുത്തു, ആ കണ്ടീഷൻ അതിൽ നിന്ന് ഈ സ്റ്റേജിലേക്ക് വരാൻ എത്ര സമയം എടുത്തു എന്നാണത് നോട്ട് ചെയ്യപ്പെട്ടത് എന്ന് കൃത്യമായിട്ട് അവിടെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ പറയേണ്ടി വരും. ഇന്ന ഡേറ്റിൽ അങ്ങനെ സംഭവിച്ചു, 2 ദിവസങ്ങൾക്ക് ശേഷം, ഇന്നലെ, മിനിങ്ങാന്ന് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് നമ്മൾ ഓരോ ഫേസ് ഓഫ് ടൈമിൽ വന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പിച്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് ഈ പറയുന്നത് പോലെ ഫർദർ അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോഴാണ് അങ്ങനെയുള്ള ഡേറ്റുകളുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ നിങ്ങളിതൊന്നും വറീഡ് ആവേണ്ട കാര്യമില്ല. ഇത്രയും ആലോചിച്ചാൽ മതി. നമ്മൾ ഈ ഡേറ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ റീഡറിന് എത്രത്തോളം കൺവീനിയൻ്റ് ആവും, അല്ലെങ്കിൽ ഈ ഡേറ്റ് എനിക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യം വരുന്നുണ്ടോ. ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു ലെയ്മാൻ, നിങ്ങൾ നേഴ്സായിട്ടൊന്നും ചിന്തിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. വളരെ ഒരു ലെയ്മാൻ വേ ഓഫ് തിങ്കിങ് മാത്രം മതി നമുക്കത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ. Okay, we have another doubt. So, can you explain in short for transfer letter which points are most necessary? So can you please explain in short for transfer letter which points are most necessary? It depends upon the content in the letter, it seems. Yeah, I think if you're asking regarding transfer letters, definitely. ഇപ്പോൾ ട്രാൻസ്ഫർ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നാമത് ഇറ്റ്സ് ലോങ് ടേം കെയർ ആണ് അല്ലേ. അപ്പോൾ ലോങ് ടേം കെയറിലേക്ക് ഒരാൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ട്രാൻസ്ഫർ ലെറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ, ദിസ് വേർഡ് ട്രാൻസ്ഫർ ഇറ്റ് സെൽഫ് ഈസ് പ്രോബ്ലമാറ്റിക് എന്നുള്ളതാണ്. ഇപ്പം റൈറ്റ് എ ലെറ്റർ ഓഫ് ട്രാൻസ്ഫർ എന്ന് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി പേഷ്യൻസ് ട്രാൻസ്ഫർ. അത് തന്നെ OIT, ഞാൻ ഓൾറെഡി സെഷൻ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞ കാര്യമാണ് അല്ലേ. Yes. OIT ഓൾവേസ് ട്രൈ ടു മേക്ക് സ്റ്റുഡൻസ് കൺഫ്യൂസ്ഡ്. അപ്പോൾ അതിലിപ്പം റൈറ്റ് എ ലെറ്റർ ഓഫ് ട്രാൻസ്ഫർ എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേഷ്യൻ്റ് ട്രാൻസ്ഫർ ആവുകയാണ് എന്നൊരർത്ഥം അതിന് വരണം നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി ദ പേഷ്യൻസ് കെയർ വിച്ച് ക്യാൻ ഗെറ്റ് ട്രാൻസ്ഫർഡ്, വിച്ച് ഹാപ്പൻസ് ഇൻ ഓൾ ദ കേസ് നോട്ട്സ് വിച്ച് യു ഹാവ് പ്രാക്ടീസ്ഡ് ടിൽ ഡേറ്റ്. നിങ്ങൾ ഇതുവരെ ഇപ്പോൾ 100 കേസ് നോട്ടുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? അത് എമർജൻസി ലെറ്റർ ആയിക്കോട്ടെ, ഹോം വിസിറ്റ് ലെറ്റർ ആയിക്കോട്ടെ, എന്ത് ലെറ്ററും ആയിക്കോട്ടെ, എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കേസ് നോട്ട്സിലും ട്രാൻസ്ഫർ ഓഫ് കെയർ നടക്കുന്നുണ്ട്. സോ ഒരു ഹോം വിസിറ്റ് ലെറ്ററിലാണെങ്കിൽ പോലും ഈ നമുക്ക് പോയിട്ട് റൈറ്റ് എ ലെറ്റർ ഓഫ് ട്രാൻസ്ഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദേ ഹാവിൻറ്റ് മെൻഷൻഡ് റൈറ്റ് എ ലെറ്റർ ഓഫ് പേഷ്യൻസ് ട്രാൻസ്ഫർ എന്നൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ദേ ഹാവ് ജസ്റ്റ് മെൻഷൻഡ് റൈറ്റ് എ ലെറ്റർ ഓഫ് ട്രാൻസ്ഫർ. ആൻഡ് വാട്ട് ദേ ഹാവ് ഇൻറ്റൻഡഡ് ഇസ് നോട്ട് ദ പേഷ്യൻസ് ട്രാൻസ്ഫർ വിച്ച് യു തിങ്ക് ഇറ്റ് ഈസ് പേഷ്യൻസ് കെയർ വിച്ച് ഈസ് ഗെറ്റിംഗ് ട്രാൻസ്ഫർ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രാൻസ്ഫർ ലെറ്ററിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ട്രാൻസ്ഫർ ലെറ്ററിലേക്ക് വരുമ്പോൾ സോഷ്യൽ ഹിസ്റ്ററിയിൽ ഒരു മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, ഹോബീസ് ഒക്കെ നമുക്ക് പലപ്പോഴും എഴുതേണ്ടി വരും. പലപ്പോഴും എന്നല്ല, ഇഫ് ദ പേഷ്യൻ്റ് ഇസ് ഗെറ്റിംഗ് ലിറ്ററലി ട്രാൻസ്ഫർഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ആസ് ഐ സെഡ്, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഫോർ ലോങ് ടൈം കെയർ. സോ ഡെഫിനറ്റ്ലി if they have provided you with the patient's interest or hobbies, that should be included. That should be included only for transfer letters. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്ലാനിൽ എന്തെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. അതർവൈസ് ഇപ്പോൾ ഹോം വിസിറ്റ് ലെറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ എന്തിൻ്റെ ആവശ്യം വരുന്നില്ല, ഹോബീസ്, ഇൻട്രസ്റ്റ് ഒന്നും പറയേണ്ടി വരുന്നില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പല കുട്ടികളും
ട്രാൻസ്ഫർ ലെറ്റർ ആയാലും ഏത് ലെറ്റർ ആണെങ്കിലും അത് എഴുതാറില്ല. അപ്പോൾ ട്രാൻസ്ഫർ കേസുകളാണെങ്കിൽ കേസ് നോട്ടിൽ ഹോബീസ്, ഇൻട്രസ്റ്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എഴുതാവുന്നതാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ട്രാൻസ്ഫർ ലെറ്റേഴ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഫെസിലിറ്റി ട്രാൻസ്ഫേഴ്സ് എന്ന് നമ്മളിവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു പാലിയേറ്റീവ് കെയർ ടു മറ്റൊരു പാലിയേറ്റീവ് കെയറിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന കേസ്, അല്ലെങ്കിൽ ഒരു റീഹാബ് സെൻറ്ററിൽ നിന്ന് മറ്റൊരു റീഹാബ് സെൻറ്ററിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന കേസ്, യൂഷ്വലി ഒരു മെഡിക്കൽ നീഡ് കൊണ്ട് അങ്ങനെ ട്രാൻസ്ഫർ ആവേണ്ട കാര്യമില്ല. ബിക്കോസ് പേഷ്യൻ്റ് ഓൾറെഡി താമസിച്ചുകൊണ്ടിരിക്കുന്ന റീഹാബ് സെൻറ്ററിൽ കിട്ടുന്ന അതേ ഫെസിലിറ്റീസ് തന്നെയായിരിക്കും പേഷ്യൻ്റ് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ കിട്ടുന്ന അല്ല പുതിയ റീഹാബ് സെൻറ്ററിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസ് നോട്ടിൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുത്താൽ നന്നായിരിക്കും. ലൈക്ക് ഹി വാണ്ട്സ് ടു ലീവ് ക്ലോസർ ടു ഹിസ് ഫാമിലി, ഹി വിഷസ് ടു സ്റ്റേ ക്ലോസർ ടു ഹിസ് ഫാമിലി എന്നുള്ള അങ്ങനെയുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ കൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഫോർ ലൈക്ക് ഫെസിലിറ്റി ട്രാൻസ്ഫർ കേസസ്. സോ ജിൻസിയുടെ ഡൗട്ട് ഇതാണോ എനിക്ക് തോന്നുന്നു. ക്വസ്റ്റൻ എനിക്ക് ഇങ്ങനെയാണ് മനസ്സിലായത്. ഇതല്ല മറ്റെന്തെങ്കിലുമാണ് ട്രാൻസ്ഫർ ലെറ്റേഴ്സിനെ പറ്റി അറിയേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ. ആസ് ഷീ സെഡ്, അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് എന്തൊക്കെ എഴുതണം എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് ഡിപ്പെൻസ്. അത് ആർക്കാണ് എഴുതുന്നത്, എന്ത് സർക്കംസ്റ്റൻസ് ആണ്, അവിടെ ഫസ്റ്റ് ബോഡിയിൽ എന്താണ് റീസൺ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ ബാക്കിയുള്ള തലങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ ജിൻസി അതാണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം കേട്ടോ. Okay, and Fabers, let us know that. Thank you, sir, for clearing about date selection. That was a mistake I made in yesterday's letter. So that's a very Yeah. grateful thing that you have done. Thank you so much for informing us. And another doubt is like, if we actually miss any information from the letter, do we lose marks? Definitely. If you look into the criteria provided by OET, word count is definitely an important aspect. So if you miss the proper information which needs to be included in a case note, in a letter, definitely നിങ്ങളുടെ word count അവിടെ കുറഞ്ഞു പോകും. സോ ആ ക്രൈറ്റീരിയ അവിടെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഓൾസോ ഡാറ്റ സെലക്ഷൻ ഈസ് അനദർ ക്രൈറ്റീരിയ വിച്ച് ഇസ് ഓൾറെഡി പ്രൊവൈഡഡ് ബൈ OET. അപ്പോൾ കാരണം നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് ഒരു ഒഫീഷ്യലായിട്ട് എഴുതുന്ന ലെറ്ററാണല്ലേ, അവിടെ റീഡർ അറിഞ്ഞിരിക്കേണ്ട ഒരു പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് പ്രൊവൈഡർ മറ്റൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിന് എഴുതുന്ന ലെറ്ററാണ് അല്ലേ. അപ്പോൾ ആ പേഷ്യൻറ്റിനെ പറ്റി ആ റീഡർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രമാണ് ഈ പേഷ്യൻറ്റിന് കിട്ടേണ്ട കെയർ അവിടെ പ്രോപ്പർ ആവുന്നുള്ളൂ. ദാറ്റ് ഈസ് എ പ്രാക്ടിക്കൽ സെൻസ്. പക്ഷേ OET മാർക്കിംഗ് സ്കീമിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഡാറ്റ സെലക്ഷൻ ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ ഈ പറയുന്ന വേർഡ് കൗണ്ടും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. സോ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സോ വേർഡ് കൗണ്ടും അല്ലെങ്കിൽ ഇഫ് യു മിസ് സം ഇൻഫർമേഷൻ വിച്ച് യു തിങ്ക് ഇസ് ഇമ്പോർട്ടൻ്റ് ഓർ വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്, ഡെഫിനറ്റ്ലി നിങ്ങളുടെ വേർഡ് കൗണ്ട് കുറഞ്ഞു പോകും. അതുപോലെ തന്നെ ഡാറ്റ സെലക്ഷനെ അത് അഫക്റ്റ് ചെയ്യും. സോ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി അഫക്റ്റ് യുവർ സ്കോറിംഗ് ഇഫ് യുവർ പേപ്പർ ഈസ് വാലുവേറ്റഡ് ഇൻ എ പ്രോപ്പർ വേ. So Jinsi has informed us that thank you, sir, for clarifying the doubts. Okay, thank you so much, Jinsi, for asking the doubt again. Then another thing that have been asked is like നമ്മുടെ speaking ടെസ്റ്റിൽ like is the time is an important factor. Definitely ടൈമിൻ്റെ കാര്യം പറയാൻ നേരത്ത് like I've been an interlocutor as well as an examiner during in the past year. I mean, 2 വർഷത്തിന് മുന്നേ ആയിരുന്നു. അപ്പോൾ what I understand is like this should be something that should help you. അത് നിങ്ങൾ അതുകൊണ്ട് ലേസി ആയി പോരുത്. Something that I can understand here is നിങ്ങളുടെ ഡ്യൂറിങ് ദോസ് ടൈംസ് എനിക്ക് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 5 minutes ഒരു സ്പീക്കിംഗ് സെഷൻ എത്തിക്കുന്നുണ്ടോ എന്നുള്ളത് അവിടെ ചെക്ക് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, സോ വാട്ട് ദേ ബീൻ ചെക്ക്ഡ് ഇൻ എ സ്പീക്കിംഗ് സെഷൻ ബീങ് എൻ എക്സാമിനർ ഇസ് നിങ്ങൾ 20 minutes കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ 20 minutes വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നിങ്ങൾ ചെന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നത് തൊട്ട് നമ്മൾ താങ്ക് യു പറഞ്ഞ് 2 കാർഡും ഫിനിഷ് ചെയ്യുന്നത് വരെയാണ് നമുക്ക് ഈ 20 minutesൻ്റെ ഒരു ടൈം സ്പാൻ വരുന്നത്. സോ ദാറ്റ് ഇൻക്ലൂഡ്സ് യുവർ ഇൻട്രൊഡക്ഷൻ, യുവർ വെരിഫിക്കേഷൻ ചെക്ക്, പ്ലസ് നിങ്ങൾ ആ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് നിങ്ങളുടെ പേര് വെരിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് വാം അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് സ്പീക്കിങ്ങിൻ്റെ ക്രൈറ്റീരിയ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ 3 minutes ആണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം ആ ഒരു 20 minutesന് ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. സോ ആ ഒരു 20 minutes നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും എക്സാമിനർ ചെക്ക് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം ലൈക്ക് ദെൽ ബി സം വേരിയേഷൻ ഇൻ ദ ടൈംസ്, ലൈക്ക് ഇറ്റ് വുഡ് ഗോ അപ് ടു 23 ഓർ അറ്റ്ലീസ്റ്റ് 24 minutes വരെ അത് പോകാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു 24 minutes ഈ കുട്ടി സ്പീക്കിങ്ങിന് വേണ്ടി
എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വാട്ട് ആസ് എൻ എക്സാമിനർ വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഇസ് യെസ് the student have taken 5 minutes each for each card. രണ്ട് കാർഡിനും വേണ്ടി 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് 20 മിനിറ്റ്സും കഴിഞ്ഞ് ഒരു 24 മിനിറ്റ് വരെയൊക്കെ പോയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സപ്പോസ് ലൈക്ക് യു ഹാവ് ഓൺലി ടേക്കൺ യുവർ ടോട്ടൽ ടൈം ഇസ് 18 മിനിറ്റ്സ്. നിങ്ങൾക്ക് 18 മിനിറ്റ്സ് മാത്രമാണ് നിങ്ങൾ സ്പീക്കിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ളത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വി അണ്ടർസ്റ്റാൻഡ് സ്പീക്കിങ്ങിന് 5 മിനിറ്റ്സ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടില്ല. ടോട്ടൽ ടൈം വന്നപ്പോൾ 18 മിനിറ്റല്ലേ വന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെയോ ഇൻഫർമേഷൻ മിസ്സാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിൽ ബി ലിസ്ണിംഗ് ടു ദാറ്റ് ഓഡിയോ വെരി മച്ച്. നാളെ സീരിയസ് ആയിട്ട് നമ്മൾ ആ ഓഡിയോ കേൾക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ഇപ്പോൾ 24 മിനിറ്റ്സ് അല്ല, ഒരു 28 മിനിറ്റ്സ് വരെ, അങ്ങനെ നമ്മുടെ ഇൻ്റർലക്യൂട്ടേഴ്സ് അതിന് വേണ്ടി 28 മിനിറ്റ്സ് വരെ ഒന്നും വെയിറ്റ് ചെയ്യത്തില്ല. പക്ഷെ എന്നാൽ പോലും സപ്പോസ് നിങ്ങൾ 28 മിനിറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ യു ഹവ് ബീൻ ക്രോസിങ് ദ ടൈം, അതായത് ഒത്തിരി ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ ഇതിനകത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ഇൻ്റർലക്യൂട്ടർ പറയും യാ ടൈം ഈസ് അപ്പ് എന്ന് പറയും അല്ലേ. അപ്പോൾ the examiner will easily understand that you are crossing the time too much. ഒത്തിരി സമയം കളഞ്ഞു എന്നുള്ളത്. സോ നിങ്ങളുടെ 5 മിനിറ്റ്സ് എത്തിയോ എന്നുള്ളതിലല്ല ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് വാലുവേറ്റ് ചെയ്യുന്നത്, ഹോൾ 20 മിനിറ്റ്സ് ആണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയുക, അത്യാവശ്യം എല്ലാ പോയിന്റ്സും പറഞ്ഞു കഴിയുമ്പോൾ നിർത്താമെന്നുള്ളതല്ല. until and unless your examiner asks you to stop, even after completing the task, give some reassurance as well as stress certain points. ആ ഒരു ടൈം മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ ടൈം എന്താ പറയുക കഴിഞ്ഞു പോയി, ഐ മീൻ നിങ്ങൾക്ക് 2 ബുള്ളറ്റ് പോയിന്റ് ഇനിയും പറയാൻ ബാക്കിയുള്ളപ്പോൾ നിങ്ങളുടെ സമയം തീർന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മാർക്കിനെ ഇഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് യു ആർ നോട്ട് ഇഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഡീറ്റെയിൽസ് ടു ദ പേഷ്യൻറ്റ് എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ടു മാനേജ് ദ ടൈം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. There is a question for you. Ma'am, can you tell me an example for a non-case speaking? ഓക്കെ, ഡെഫിനറ്റ്ലി യെസ്, വൈ നോട്ട്. നമുക്ക് നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ സ്പീക്കിങ്ങിന് എന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്രം യുവർ ഫസ്റ്റ് ടാസ്ക്. സോ വാട്ട് ഈസ് യുവർ ഫസ്റ്റ് ടാസ്ക്? യുവർ ഫസ്റ്റ് ടാസ്ക് ഈസ് യുവർ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്. നമ്മളൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുവാണ് അല്ലേ. ആൻഡ് ഹൂ ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ്? ആരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ the nurse is the one who is initiating the communication. ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞ് 3 മിനിറ്റ്സ് പ്രിപ്പറേഷനും കഴിഞ്ഞതിന് ശേഷം nurse is the one who is initiating the communication. സ്പീക്കിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് നേഴ്സാണ്. അപ്പം നേഴ്സ് ആദ്യം പറയുന്ന ഡയലോഗിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മൾ നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്ന് മനസ്സിലാക്കുക. ആദ്യം പറയുന്ന ഡയലോഗ് എന്തായിരിക്കും? അത് നമ്മളുടെ ഫസ്റ്റ് ടാസ്ക് ആയിരിക്കും അല്ലേ. ഫസ്റ്റ് ടാസ്ക് എന്തിനാ വന്നത് എന്ന് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദ പേഷ്യൻസ് വിസിറ്റ് എന്നാണെങ്കിൽ ഇറ്റ് ഇസ് സോ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്സ് എൻ അൺനോൺ കേസ് എന്നല്ലേ. ഓൺ ദി അതർ ഹാൻഡ് ദ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് വിൽ ബി ലൈക്ക് ടു കൺഫേം സർട്ടൻ തിങ്സ്, അതായത് കൺഫേം ദ റീസൺ ഫോർ പേഷ്യൻസ് വിസിറ്റ്. പേഷ്യൻ്റ് എന്തിനാ വന്നതെന്നുള്ളത് കൺഫേം ചെയ്യുക. അതായത് നിങ്ങൾ വന്നത് ചെക്ക് ഫോർ വാക്സിനേഷൻ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടല്ലേ എന്ന് നമ്മൾ ചോദിക്കുവാണെങ്കിൽ ഇറ്റ്സ് എ നോൺ കേസ് അല്ലേ. പേഷ്യൻ്റ് വന്ന എന്തിനാന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺ ദി അതർ ഹാൻഡ് നിങ്ങൾ വന്നത് ഇപ്പം നമ്മളാണ് അങ്ങോട്ട് വിസിറ്റ് ചെയ്യുന്നത്. ഇൻ എ ഹോസ്പിറ്റൽ വാർഡ് സിറ്റുവേഷൻ വി വിസിറ്റ് ദ പേഷ്യൻറ്റ്, കൺഫേം ദ റീസൺ ഫോർ യുവർ വിസിറ്റ് എന്നാണെങ്കിൽ ഹായ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ടു ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്ന് പറയുന്നത് ഇറ്റ്സ് അഗൈൻ എ നോൺ കേസ്. സോ കൺഫേം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം നോൺ കേസ് ആണെന്ന് പറയുമ്പോൾ ആ കൺഫേം വേർഡ് ബൈ ഹാർട്ട് ചെയ്യണം എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് യുവർ ഫസ്റ്റ് ടാസ്ക്. സോ പ്രോബബ്ലി കൺഫേം എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നൊരു കാര്യം നമ്മൾ ഉറപ്പുവരുത്താണ്. അതുപോലെ തന്നെ ജസ്റ്റ് എക്സാമിൻ കേസ്, ഇപ്പം നമ്മൾ ജസ്റ്റ് എക്സാമിൻ ചെയ്തതിന് ശേഷം നമ്മൾ പേഷ്യൻറ്റിനോട് സംസാരിക്കുന്ന സിനാരിയോ ഇസ് പോപ്പുലർ ഇൻ OET സ്പീക്കിംഗ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് എന്തായിരിക്കും? ഫൈൻഡ് ഔട്ട് മോർ ഡീറ്റെയിൽസ്, ഫൈൻഡ് ഔട്ട് റെലവൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതായിരിക്കും. സോ ഈവൻ ദോ വി ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഇറ്റ് ഇസ് ഇൻ എ മിഡിൽ ഓഫ് ദ കോൺവെർസേഷൻ, അതായത് ആഫ്റ്റർ എക്സാമിനേഷൻ നമ്മൾ സംസാരിക്കുകയാണ്. അവിടെയും നമുക്ക് പേഷ്യൻറ്റിനെ പറ്റിയിട്ട് അറിയാം. ഓക്കെ, പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞതാണ്, പക്ഷെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുണ്ട്. സോ വി ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ദ പേഷ്യൻറ്റ്. അഗൈൻ അതും ഒരു നോൺ കേസ് സിനാരിയോ ആണ്. സോ എപ്പോഴും നോൺ ആണോ അൺനോൺ ആണോ എന്ന് അറിയാൻ വേണ്ടി ഓൾ യു ഹാവ് ടു ചെക്ക് ഇസ് യുവർ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്, ദാറ്റ്സ് യുവർ ഫസ്റ്റ് ടാസ്ക്. ഇതിന് മുമ്പ് തീർച്ചയായിട്ടും നമുക്ക് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഡു നോട്ട് ഫിഗെറ്റ് ദാറ്റ്. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അത് ജസ്റ്റ് എക്സാമിൻ കേസ് ഒഴിച്ച് ബാക്കി എല്ലാ സിറ്റുവേഷനിലും തന്നെ നിങ്ങൾ നിങ്ങളുടെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് അല്ലേ. So do not forget that. Okay, we have pretty lengthy questions it seems. Can I read? Yep. Sir, could you please tell me while presenting complaint, shall I start example before or after 6 months or she has had?
Before, yeah, I think all these options are possible. Mm-hmm. Like when you start, like her question was in relation with the topic which we have discussed just before, the representation of date. Mm-hmm. So definitely. So the first thing that you have to notice, some students still, uh, some students still do not give any importance to this date representation. Okay. അപ്പം ചിലർ ഇങ്ങനെ ഇങ്ങനെ മാത്രമായിരിക്കും എഴുതുന്നത്. മിസ്റ്റർ ഹരീഷ് വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ വിത്ത് കംപ്ലൈൻസ് ഓഫ് ABCD. Okay. So the reader understood that Harish was admitted to a hospital and he was admitted to hospital with complaints of A, B, C, and D. Okay, everything is understood. But how can the doctor or the person sitting on the other side knows when he was admitted? അല്ലേ, ഒരു അപ്രോപ്രിയേറ്റ് ഒരു പിക്ചർ കൊടുക്കണം അല്ലേ. ഒരാഴ്ച മുമ്പ്, അല്ലെങ്കിൽ നവംബർ 25 ആറ് മാസം മുമ്പ്, കഴിഞ്ഞ ജൂലൈയിൽ 2022, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഡേറ്റ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ടൈം റെപ്രസെൻറ്റേഷനെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഏതൊരു പ്രസൻറ്റിങ് കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവിടെ ഒരു ടൈം റെപ്രസെൻറ്റേഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് പ്രീതി പറഞ്ഞതുപോലെ ബിഫോർ 6 months എന്നുള്ളത് നമ്മൾ 6 months ബിഫോർ എന്ന് നമുക്ക് എഴുതാം. ആഫ്റ്റർ 6 months എന്നുള്ളത് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചറിൽ. അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. സോ 6 മാസം മുമ്പുള്ളൊരു കാര്യമാണ് എഴുതുന്നതെങ്കിൽ ആ ഡേറ്റ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിപ്പം എന്താ പറയുക, ഇപ്പം ഡിസംബർ ആണല്ലേ, 6 മാസം മുമ്പ് ഇപ്പോൾ ഏപ്രിലാണെന്ന് വിചാരിക്കുക. സോ ലാസ്റ്റ് ഏപ്രിൽ അല്ലെങ്കിൽ ഇൻ ഏപ്രിൽ എന്ന് പറഞ്ഞ് എഴുതാം, അല്ലെങ്കിൽ 6 months എഗോ എന്ന് പറഞ്ഞ് എഴുതാം, 6 months ബിഫോർ എന്ന് പറഞ്ഞ് എഴുതാം. അതൊക്കെ നമ്മുടെ ഓക്കെയാണ്. ദെൻ ഷീ ഹാസ് ഹാഡ് അതെനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശം എന്നുള്ളത്. ഷീ ഹാസ് ഹാഡ് എന്ന് എഴുതാൻ പറ്റുമെന്നാണോ? ഡെഫിനറ്റ്ലി ഷീ ഹാസ് ഹാഡ് സെൻറ്റൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ലെറ്ററിൽ. അതേത് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുക എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയില്ല. പക്ഷേ ഷീ ഹാസ് ഹാഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ എന്തുണ്ടാവണം? തീർച്ചയായിട്ടും ടൈം റെഫറൻസ് ഉണ്ടാവണം. യു കനോട്ട് സിംപ്ലി സേ ദാറ്റ് ഷീ ഹാസ് ഹാഡ് ഡയബറ്റീസ്. ദാറ്റ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ നമുക്ക് ഇപ്പം ടൈം റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഡയബറ്റീസ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതിയെങ്കിൽ ഇറ്റ് ഈസ് ഷീ ഹാസ് ഡയബറ്റീസ്. പക്ഷേ പേഷ്യൻറ്റിന് ഇത്ര കാലമായിട്ട് അല്ലെങ്കിൽ ഇന്നും 2020 മുതൽ ഡയബറ്റീസ് ഉണ്ടെന്നാണ് നമ്മൾ റീഡറിനെ അറിയിക്കാൻ പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് ഹാസ് ഹാഡ് ഉപയോഗിക്കാം. ലൈക്ക് ഷീ ഹാസ് ഹാഡ് ഡയബറ്റീസ് സിൻസ് ഓർ ഫോർ ദ പാസ്റ്റ് ഓർ ലാസ്റ്റ് 3 years എന്ന് പറയാം. സോ അവിടെയാണ് ഹാസ് ഹാഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഹാസ് ഹാഡ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എത്ര കാലമായിട്ട് അല്ലെങ്കിൽ എന്ന് മുതലാണ് ഹാസ് ഹാഡ് ഉള്ള ഒരു കാര്യം, കണ്ടീഷൻ എന്ന് മുതലുണ്ട്, എത്ര കാലമായിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പിച്ച് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, Yeah. ഐ We ഹോപ്പ് will ദാറ്റ് യുവർ ഡൗട്ട് ഈസ് ക്ലിയർ പ്രീതി. ഇനി അതല്ല വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. definitely ask us. മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷ്, നിങ്ങളുടെ കംഫർട്ടബിൾ ലാംഗ്വേജ് ചോദിക്കാം കേട്ടോ. നോ വറീസ് അറ്റ് ഓൾ. Sir, can you explain that from your facility, at your facility, followed by a discharge, after the discharge? These things, how can we understand and write in first paragraph? ഓക്കെ, അത് ബേസിക്കലി ഫ്രം എ ഫെസിലിറ്റി ആൻഡ് അറ്റ് എ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഫ്രം ആൻഡ് അറ്റ് ആ ഒരു യൂസേജ് നമ്മൾ ഡിഫറൻസ് നോക്കിയാൽ മതി അല്ലേ. ഇപ്പം ഗോ ആൻഡ് ബൈ ഫ്രൂട്ട്സ് ഫ്രം ദ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ നിന്നും. സോ ഇഫ് യു ആർ റൈറ്റിംഗ് ഫ്രം ദ ഫെസിലിറ്റി, ഫ്രം യുവർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റിയിൽ നിന്നാണ്. ലൈക്ക് മോസ്റ്റ്ലി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹോം വിസിറ്റ് ലെറ്റേഴ്സ്. ഹോം വിസിറ്റ് ലെറ്റേഴ്സിലൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഫ്രം യുവർ ഫെസിലിറ്റി പറയുക. കാരണം അവിടെ പേഷ്യൻ്റ് ആ ഫെസിലിറ്റിയിലേക്ക് പോകുന്നില്ല. പേഷ്യൻറ്റിൻ്റെ വീട്ടിലേക്കോ മറ്റോ ആയിരിക്കും പോകുന്നത്, ഡിസ്ചാർജ് ആയി പോകുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കാം. ആ സമയത്ത് നമ്മളൊരു ഫെസിലിറ്റിയിൽ നിന്നും പേഷ്യൻറ്റിൻ്റെ കെയർ ചോദിക്കുകയാണ് അല്ലേ. സോ മിസ്റ്റർ ഡാഷ് ഡാഷ് റിക്വയർസ് കണ്ടിന്യൂ കെയർ ആൻഡ് മാനേജ്മെൻറ്റ് ഫ്രം യുവർ ഫെസിലിറ്റി. നിങ്ങളുടെ ഫെസിലിറ്റിയിൽ നിന്നും കെയർ കൊടുക്കുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് സൈഡ് ഇസ് അറ്റ് യുവർ ഫെസിലിറ്റി. ദാറ്റ് മീൻസ് ഇഫ് എ പേഷ്യൻ്റ് ഇസ് ഗെറ്റിംഗ് ട്രാൻസ്ഫേർഡ് ടു എ ഫെസിലിറ്റി, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ റീഹാബ് സെൻറ്ററിലേക്ക് ഒരു പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അവിടെ അദ്ദേഹം വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി പോകുന്നില്ല, അവിടെ ആ പേഷ്യൻറ്റ് ആ ഫെസിലിറ്റിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അതിനുശേഷം ആ ഫെസിലിറ്റിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ആ കെയർ കണ്ടിന്യൂ കെയറോ എന്തോ ആയിക്കോട്ടെ അത് എൻഷുർ ചെയ്യപ്പെടുന്നത്. സോ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, അറ്റ് യുവർ ഫെസിലിറ്റി, നിങ്ങളുടെ ഫെസിലിറ്റിയിൽ വച്ച് കെയർ കൊടുക്കുക എന്ന് പറയുന്നതും നിങ്ങളുടെ ഫെസിലിറ്റിയിൽ നിന്നും വന്ന് കെയർ കൊടുക്കുക എന്ന് പറയുന്നുള്ള ഡിഫറൻസ് ആണ് ഫ്രം യുവർ ഫെസിലിറ്റി ആൻഡ് അറ്റ് യുവർ ഫെസിലിറ്റി ഡിഫറൻസ് ഉള്ളത്. ഇസ് ഇറ്റ് കംപ്ലീറ്റ്? Followed by a discharge, after the discharge. ആൻഡ് ഡിഫറൻസ് ആണോ? Yes. Followed by a discharge. ഫോളോഡ് ബൈ ആഫ്റ്റർ It's almost the ഡിഫറൻസ്. same. ആ It's same ഫോളോഡ് actually. ബൈ ലൈക്ക് വൺ ആഫ്റ്റർ ദ അതർ. ഫോളോഡ് ബൈ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഓർഡർ നമ്മൾ മാറിപ്പോകാതിരിക്കുക എന്നുള്ളതാണ്. ലൈക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻസിഡൻറ്റ് ഫോളോഡ് ബൈ സെക്കൻഡ് ഇൻസിഡൻറ്റ് എന്നാണ് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതായത്
അതേ സെയിം മോഡൽ പറയണം. അപ്പം ഹി മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ഫോളോഡ് ബൈ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. ആഫ്റ്റർ ദ ഡിസ്ചാർജ് Followed by a discharge. Suppose he followed by a discharge, she had home visit. അങ്ങനെയാണെങ്കിൽ after the discharge, she had home and she's been. Both are actually correct. പക്ഷേ ക്വസ്റ്റൻ എനിക്ക് ആ സെക്കൻഡ് പാർട്ട് ഓഫ് അതിൽ ക്വസ്റ്റൻ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്നാണോ ഉദ്ദേശിച്ചത്? ആക്ച്വലി there is no difference in both of this. എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഹരിതി ഒന്ന് And സ്പെസിഫൈ these ചെയ്തു things how can we understand and write in first para എന്നുള്ളതാണ് കേട്ടോ. ആക്ച്വലി സെക്കൻഡ് ഇതിനകത്ത് വ്യത്യാസങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. അതെ തീർച്ചയായും. Okay. Babita Linu, ma'am, in speaking, if there is more than 2 points and 1 bullet point in between, can we ask follow-up questions or not? Okay, well, like that's a very good question, Babita. Actually, നമ്മളിപ്പം ഒരു ബുള്ളറ്റ് പോയിന്റിൽ നമുക്ക് 2 പോയിന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ലൈക്ക് give possible cause and stress the importance എന്ന് പറഞ്ഞിട്ട് 2 സെന്റൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, so give possible cause of dash and stress the importance എന്നുള്ളത്. Okay, better don't ask questions in between. You can just say, is it clear? You can ask like whether the information is clear so far. നമ്മൾ പറഞ്ഞ ഇൻഫർമേഷൻ ക്ലിയർ ആണോ അല്ലയോ എന്ന് ചോദിക്കാം. ഡു യു ഹാവ് എനി അതർ കൺസേൺ എന്നുള്ളത് ഈ ഒരു 2 പോയിന്റും കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് വിൽ ബി മൂവിങ് ടു another question and the response to that question is actually, ഇതിപ്പോൾ ഒരു സെക്കൻഡ് ബുള്ളറ്റ് പോയിന്റ് ആണെങ്കിൽ തേർഡ് ബുള്ളറ്റ് പോയിന്റിലായിരിക്കും പേഷ്യൻറ്റിൻ്റെ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം കിടക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട ടാസ്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സെക്കൻഡ് ബുള്ളറ്റ് പോയിന്റിന്റെ സെക്കൻഡ് സെന്റൻസ് മിസ്സാക്കിയിട്ട് വേണം പിന്നീട് നമുക്ക് തേർഡ് ബുള്ളറ്റ് പോയിന്റ് ഉത്തരം പറഞ്ഞു തുടങ്ങാനായിട്ട്. സോ ബെറ്റർ ഡോണ്ട് ആസ്ക് എനി ക്വസ്റ്റ്യൻസ് ഇൻ ബിറ്റ്വീൻ, റാദർ കംപ്ലീറ്റ് ഈച്ച് ബുള്ളറ്റ് പോയിന്റ്സ്. ആ ഇൻഫർമേഷൻ എല്ലാം വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ടേ നമ്മൾ ചോദ്യം ചോദിക്കാവുള്ളൂ. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ചോദ്യം എന്താണോ, പേഷ്യൻ്റ് അത് കൺസേൺ എന്താണോ പേഷ്യൻ്റ് അത് ഇൻഫോം ചെയ്യും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും 3ാമത്തെ ബുള്ളറ്റ് പോയിന്റിലോട്ട് പോവാം. അപ്പോൾ ഇപ്പോൾ സപ്പോസ് 2ാമത്തെ ബുള്ളറ്റ് പോയിന്റിൽ 2 സെൻറ്റൻസ് ഉണ്ടെങ്കിൽ 2ഉം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ചോദ്യം ചോദിക്കാവൂ. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതർവൈസ് ഇറ്റ് മേ ലീഡ്സ് ടു സം കൺഫ്യൂഷൻ. സോ യു വിൽ ഹാവ് ടു അഗൈൻ ഗോ ബാക്ക് ടു ദാറ്റ് ബുള്ളറ്റ് പോയിന്റ് ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ആഫ്റ്റർ ക്ലിയറിംഗ് ദ കറണ്ട് കൺസേൺ. നമ്മൾ അവർ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത് മുകളിലോട്ട് പോയി ആ പറയാത്ത കാര്യം കൂടെ പറഞ്ഞ് അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. സോ ബെറ്റർ complete each task and then move to the other task by asking question. Okay, I hope it is clear aanu vicharikkunu ട്ടോ. And sir, again there is another doubt. Sir, once again can you explain underwent and undergone, at what situation it is suitable? Okay, so once again nu parnappo jeans is been a doubt that you earlier Something had. that we often discuss in class. Okay, maybe that's this is a very common doubt past from students to students Okay, of the past years അല്ലേ. അണ്ടർവെൻ അണ്ടർഗോൺ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത് ഷീ ഹാസ് അണ്ടർഗോൺ എന്ന് എഴുതാനും ഷീ അണ്ടർവെൻ്റ് എഴുതാനും ശ്രദ്ധിക്കുക. അവിടെ ഷീ വാസ് അണ്ടർഗോൺ എന്നൊന്നും എഴുതരുത്. ഇറ്റ് ഈസ് ഷീ ഓർ ഹി ഹാസ് അണ്ടർഗോൺ, ഹി ഓർ ഷീ അണ്ടർവെൻറ്റ്. അവിടെ ഒരിക്കലും അണ്ടർവെൻ്റ് ഒന്നുമില്ല, ഷീ വാസ് അണ്ടർവെൻ്റ് ഓർ ഷീ ഹാഡ് അണ്ടർവെൻ്റ് ഒന്നുമില്ല. ഇറ്റ് ഈസ് ഹി അണ്ടർവെൻറ്റ് ആൻഡ് ഹി ഹാസ് അണ്ടർഗോൺ. അതാണ് ഫസ്റ്റ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സംടൈംസ് ഇപ്പോൾ അണ്ടർഗോൺ ചെയ്യുന്നത് ഒരു സർജറി ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു സർജറിയാണ് പേഷ്യൻ്റ് അണ്ടർഗോൺ ചെയ്തത് അല്ലെങ്കിൽ അണ്ടർവെൻറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വിധേയമായതെന്ന് വിചാരിക്കുക. ആൻഡ് ചിലപ്പോൾ നമുക്ക് ഇത് എപ്പോഴാണ് വിധേയമായത് എന്നുള്ളത് റീഡറിനെ അറിയിക്കേണ്ടി വരുമായിരിക്കും അല്ലേ. ദാറ്റ് മീൻസ് നമുക്ക് ചിലപ്പോൾ ഒരു ടൈം റെഫറൻസ് കൊടുക്കേണ്ടി വരും. സോ ടൈം റെഫറൻസ് കൊടുക്കുമ്പോൾ നമ്മളവിടെ എത്രമാത്രം ഉപയോഗിച്ചാൽ മതി? ഹി അണ്ടർവെൻറ്റ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. He underwent a surgery on, or yesterday he underwent a surgery, or so and so date he underwent a surgery. അപ്പോൾ ടൈം റെഫറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സെൻറ്റൻസിലൂടെ എപ്പോഴാണ് ആ ഒരു പ്രൊസീജിയറിന് പേഷ്യൻ്റ് വിധേയമായത് എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ സെൻറ്റൻസിൽ എവിടെയെങ്കിലും എപ്പോൾ വെൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും അണ്ടർവെൻറ്റ് മാത്രമേ പോസിബിൾ ആകുന്നുള്ളൂ. ആൻഡ് ഹാസ് അണ്ടർഗോൺ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കുക. അവിടെ എന്തുണ്ടാവാൻ പാടില്ല? വെൻ എന്നുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ എപ്പോൾ ആണ് പേഷ്യൻ്റ് അണ്ടർഗോൺ ചെയ്തത് എന്നുള്ളതിനെ പറ്റി നമ്മളവിടെ പറയാൻ പാടില്ല. ടൈം റെഫറൻസ് പാടില്ല. ലൈക്ക് ദ സെൻറ്റൻസ് ഷുഡ് ബി സിമ്പിൾ ആസ് ദിസ്: ഹി ഹാസ് അണ്ടർഗോൺ എ സർജറി. അത് എപ്പോഴാണെന്ന സെൻറ്റൻസിൽ പറയുന്നില്ല. സോ ഡെഫിനറ്റ്ലി അവിടെ ഹി ഹാസ് അണ്ടർഗോൺ ഉപയോഗിക്കാം. ആൻഡ് ദർ ഈസ് വൺ മോർ റൂൾ ടു ബി ലുക്ഡ് അറ്റ് വെൻ യു യൂസ് ഹാസ് അണ്ടർഗോൺ. ആ സർജറി റീസെൻ്റ് ആയിട്ട് നടന്നതായിരിക്കണം, അല്ലെങ്കിൽ ആ പ്രൊസീജിയർ റീസെൻ്റ് ആയിട്ട് നടന്നതായിരിക്കണം. ബിക്കോസ് റീസെൻ്റ് ആയിട്ട് നടന്ന കാര്യങ്ങൾക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഇപ്പോഴും റെലവൻസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറിക്കാണ് വിധേയമായതെന്ന് വിചാരിക്കുക.
ആ സർജറി ഒരു 1 ഇയർ മുമ്പാണ് വിധേയമായതെങ്കിൽ അത് റീസെൻ്റ് അല്ല, അതിന് ഇപ്പോഴും എന്തില്ല, ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം 1 ഇയർ കൊണ്ട് ഒരാൾ അതിൽ നിന്ന്, ഐ എം നോട്ട് ജനറലൈസിങ്, പക്ഷേ യൂഷ്വൽ കേസുകളിൽ ടൈം സ്പാൻ കൂടുന്നതനുസരിച്ച് അതിന് നിലവിൽ കറണ്ട് സ്റ്റേറ്റസിൽ അതിനുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ കുറവായിരിക്കും അല്ലേ. പക്ഷേ ഇഫ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് വെരി റീസെൻ്റ്ലി, ഡെഫിനറ്റ്ലി ദ പേഷ്യൻറ്റ് മൈറ്റ് ഹാവ് പ്രോബ്ലംസ് ലൈക്ക് എന്താ പറയുക, മൊബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം, പെയിൻ ഉണ്ടാവാം, പല പല പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ഇപ്പോഴും അതിന് റെലവൻസ് ഉണ്ട്. ഇപ്പോഴും ഏതെങ്കിലും രീതിയിൽ ആ അണ്ടർവെൻറ്റ് ചെയ്ത ആ പ്രൊസീജിയറിന് റെലവൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഹാസ് അണ്ടർഗോൺ ഉപയോഗിക്കാം. അപ്പോൾ ഹാസ് അണ്ടർഗോൺ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവാൻ പാടില്ല, ടൈം റെഫറൻസ് ഉണ്ടാവാനും പാടില്ല, ഇപ്പോഴും അതിന് റെലവൻസ് ഉണ്ടാവണം. അണ്ടർവെൻറ്റ് ഉപയോഗിക്കുമ്പോൾ ടൈം റെഫറൻസ്, അല്ലെങ്കിൽ ടൈം റെഫറൻസ് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർവെൻറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. Yeah. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. സോ ഇത് റൂൾസ് മാത്രമാണ്. യു ക്യാൻ ഓൾസോ തിങ്ക് ഇൻ എ പ്രാക്ടിക്കൽ വേ അല്ലേ. യെസ്, അതെന്താണ് ആ ഒരു ഗ്രാമാറ്റിക്കൽ സ്റ്റാൻഡ് അതിൻ്റെ വരുന്നത്, സിമ്പിൾ പാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസുകളിലുള്ള വ്യത്യാസമാണ് വരുന്നത് മെയിനായിട്ട്. ആ അതൊന്നും അറിയാൻ ടൈമിന്റെ ആ ഇപ്പം ടൈം നമ്മൾ റെഫർ ചെയ്യുന്നതിന്റെ വ്യത്യാസങ്ങൾ വരുന്നത്. അതിനൊരു നമ്മൾ വലിയ ക്ലാസ് ആയിട്ട് നമ്മൾ ഇപ്പം എടുക്കേണ്ട നമ്മളതിന് ആവശ്യമില്ല. ഗ്രാമർ ക്ലാസ്സുകൾ നമ്മൾ കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് അത്. തീർച്ചയായിട്ടും അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. ഇപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം, നാളെ എക്സാം എഴുതുന്ന കുട്ടികൾ ഇത്ര മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ. വിചാരിച്ചാൽ മതി. ഓക്കെ, ഓക്കെ. ഫൈൻ. സോ ഐ തിങ്ക് ദാറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ സോ ഫാർ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ലൈക്ക് ഫ്യൂ കാർഡ്സ് ദറ്റ് യു ഹാവ് ടു ഗിവ് മോർ കോൺസെൻട്രേഷൻ ടു. എപ്പോഴും വരുന്ന വാക്സിനേഷൻ കാർഡുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് നോൺ ആണോ അൺനോൺ കേസ് ആണോ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് വരുന്ന ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്, അതിന് വ്യക്തമായ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാക്സിനേഷൻ കാർഡ്, പ്രൊസീജിയർ കാർഡ്സ്, ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, ദെൻ ആഫ്റ്റർ ദാറ്റ് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള പ്രൊസീജിയർ കാർഡ്സ്, ആൻഡ് ഇൻസെഷൻ, പിന്നെ മദർ ചൈൽഡ് സിനാരിയോ, വെദർ ദ സെക്കൻഡ് പേഴ്സൺ വിൽ ബി ദ സ്പീക്കർ, അതായത് പേഷ്യൻറ്റിനോടായിരിക്കില്ല നമ്മൾ സംസാരിക്കുന്നത്, ബൈസ്റ്റാൻഡറിനോടായിരിക്കും. സോ യൂഷ്വലി സ്റ്റുഡൻസ് ഹാവ് സം കൺഫ്യൂഷൻ ഹൂം ടു ബി അഡ്രസ്ഡ്. സോ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കി വെക്കുക. ഇതൊക്കെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ഉറപ്പായിട്ട് നോക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ആൻഡ് യു ഹാവ് ടു ബി വെരി കോൺഫിഡൻറ്റ്. പിന്നെ വാം അപ്പ് ക്വസ്റ്റ്യൻസ് നോക്കുക. ലൈക്ക് ദ കോമൺ വാം അപ്പ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ആസ്ക്ഡ് ഇൻ ദ എക്സാമിനേഷൻ ഇസ് ഗിവൻ ഇൻ ദ ലെറ്റ്സ് സബ്ജക്ട് ലാംഗ്വേജ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടു പോവുക. അതിന് പുറത്തുനിന്നൊന്നും വരാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ അതിലൊരു നല്ലൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം പോവുക. വാം അപ്പ് ക്വസ്റ്റ്യൻസ് ഇസ് നോട്ട് അനലൈസ്ഡ്, എക്സാമിനേഷന് വേണ്ടി മാർക്ക് ചെയ്യുന്നില്ല, എന്നാലും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ക്രിയേറ്റിംഗ് ഇംപ്രഷൻ അല്ലേ, നിങ്ങളുടെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. സോ അതും നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ആൻഡ് ഓൾ അബൌട്ട് സ്പീക്കിംഗ് ഇസ് സംതിങ് ദറ്റ് യു ഹാവ് ടു ഷോ യുവർ കോൺഫിഡൻസ് ദെയർ. എനിക്കൊരു പേഷ്യൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആക്കാനും മാനേജ് ചെയ്യാനും പറ്റും എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സൗണ്ടിലൂടെയും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലൂടെയും പ്രൂവ് ചെയ്യുക. ഈവൻ ഇഫ് യു മേക്ക് മിസ്റ്റേക്സ്, ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ദറ്റ് യു ഹാൻഡിൽ ദ പേഷ്യൻറ്റ് സോ വെൽ. അപ്പോൾ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഉണ്ടായാൽ കൂടിയും നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും ഒത്തിരിയായിട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവിടെ. സോ അതിൽ പലതും നള്ളിഫൈഡ് ആയി പോകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ കോൺഫിഡൻസ് ആയിട്ട് നല്ല സൗണ്ടിൽ, നല്ല ഒച്ചത്തിൽ, നല്ല സ്മാർട്ടായിട്ട്, പൊളൈറ്റായിട്ട്, ബി പൊളൈറ്റ്, ഷോ ദ പൊളൈറ്റ്നെസ് ഇൻ ത്രൂ ഔട്ട് യുവർ ലാംഗ്വേജ്. സോ അങ്ങനെ പറയുക. അങ്ങനെയാണെങ്കിൽ യുവർ സ്പീക്കിംഗ് വുഡ് ബി റിയലി ഗുഡ്. Yes. Okay, and anything you need to add? Yeah, I think only one thing. All the very best Sir, for the actually, examinations. one last question, can I Yeah, ask? sure. Okay, if the name of the nurse is given, do we need to write just below yours sincerely, or leave a line and then write? If the name of the nurse is given. നേഴ്സിന്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ സിൻസിയർലി കഴിഞ്ഞിട്ട് ഒരു ലൈൻ കഴിഞ്ഞിട്ട് പേര് എഴുതണം എന്നുള്ളതാണ്. ലൈക്ക് സി, ഇപ്പോൾ നേഴ്സിൻ്റെ റിസീവറിൻ്റെ നെയിം, അത് ആരും ആയിക്കോട്ടെ, നേഴ്സോ ആരും ആയിക്കോട്ടെ, റിസീവറിൻ്റെ പേരുണ്ട്, സിൻസിയർലി കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ സിൻസിയർലി എഴുതണോ, ഓർ ലീവ് എ ലൈൻ ആൻഡ് ദെൻ റൈറ്റ്? ആക്ച്വലി ദ ക്വസ്റ്റ്യൻ isn't clear. യൂഷ്വലി എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് യുവേഴ്സ് സിൻസിയർലി. അപ്പോൾ നമ്മളവിടെ എന്താണ് നേഴ്സ്, ഐ തിങ്ക് റൈറ്റർ അല്ലേ, ലെറ്റർ എഴുതുന്ന നേഴ്സിൻ്റെ പേരാണ് തീർച്ചയായിട്ടും. സി. അപ്പം അത് പല കുട്ടികൾക്കും ഉണ്ടാകുന്നൊരു കൺഫ്യൂഷനാണ്. ഇപ്പം ചിലപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് എഴുതുന്ന കുട്ടികളുണ്ട്, രജിസ്റ്റേർഡ് നേഴ്സ് എഴുതുന്ന കുട്ടികളുണ്ട്, നേഴ്സിൻ്റെ പേര് എഴുതുന്ന കുട്ടികളുണ്ട്. അതിലൊന്നും നമുക്ക് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ആ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അവിടെ നമ്മൾ ടൈം അധികം സ്പെൻഡ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ അതാണ് OIT പറയുന്നതും അതുതന്നെയാണ് റൂളും അവിടെ. കാരണം യുവർ സിൻസിയർലി പ്രിയങ്ക പ്രതാസ്, രജിസ്റ്റേർഡ് നേഴ്സ്, ഫോൺ നമ്പർ, അതൊക്കെ നമ്മൾ എഴുതി വയ്ക്കുന്നത് കൊണ്ട് ഒരിക്കലും അവിടെ നമ്മുടെ ലാംഗ്വേജ് അവിടെ ഒരിക്കലും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നില്ല. സോ അവിടെ നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി, യുവേഴ്സ് സിൻസിയർലി താഴെ നേഴ്സ് എന്ന് എഴുതിയാൽ മതി. That doesn't matter if the name of the nurse is given, it has to be written in that manner. If not, it has to be written in a different manner. അങ്ങനെയൊന്നുമില്ല.
ലേ ഔട്ട് കംപ്ലീറ്റ് ആണോ എന്ന് മാത്രമേ അവർ ചെക്ക് ചെയ്യത്തുള്ളൂ. ലേ ഔട്ടിൻ്റെ ഭാഗം യുവേഴ്സ് സിൻസിയർലി താഴെ നേഴ്സ്. അവിടെ എന്ത് ടൈപ്പ് ഓഫ് നേഴ്സാണ്, സ്പെസിഫിക് ആയിട്ട് അവരുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ്, രജിസ്റ്റേർഡ് നേഴ്സ്, ഓക്കുപ്പേഷണൽ ഹെൽത്ത് നേഴ്സ്, അങ്ങനെ ഒന്നും എഴുതേണ്ട കാര്യമില്ല. നേഴ്സ് ആൻഡ് യുവേഴ്സ് സിൻസിയർലി എന്ന് മാത്രം എഴുതുക. ഇപ്പോൾ ഡോക്ടേഴ്സാണ്, അപ്പോൾ നിങ്ങൾ മെഡിസിൻ ആണ് നിങ്ങളുടെ പ്രൊഫഷനെങ്കിൽ യുവർ സിൻസിയർലി ഡോക്ടർ എന്ന് മാത്രം എഴുതിയാൽ മതി. അല്ലാതെ അവിടെ വേറെ ഒന്നും അവിടെ ചെക്ക് ചെയ്യപ്പെടുന്നില്ല, അതിൽ നിങ്ങളുടെ മാർക്ക് പോകുന്നില്ല. അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, എൻ്റെ ഗ്യാരണ്ടി അല്ല, ഒയിച്ചയുടെ ഗ്യാരണ്ടിയാണ്. Okay, so one more question, sir. Sir, if in the discharge plan, points mentioned above in the case notes, we can add in the paragraph or only in the recommendation paragraph? ദാറ്റ് ഈസ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി. കാരണം പല കുട്ടികളും ഇപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ ആണ് ബോഡി ഇൻട്രൊഡക്ഷനിൽ ഇന്ന കാര്യങ്ങൾ. ഓക്കെ, ഡെഫിനറ്റ്ലി ദർ ആർ സർട്ടൺ ഇൻഫർമേഷൻ വിച്ച് യു ഹാവ് ടു ഇൻക്ലൂഡ് ഇൻ ഇൻട്രൊഡക്ഷൻ. ഡെഫിനറ്റ്ലി ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്, ഇപ്പോൾ സോഷ്യൽ വർക്കറിനാണ് ഞാൻ ലെറ്റർ എഴുതുന്നെങ്കിൽ ഫസ്റ്റ് ബോഡി ഓൾവേസ് ഗോസ് വിത്ത് ദ സോഷ്യൽ ഹിസ്റ്ററി. ഇനി എമർജൻസി എന്നുള്ള വാക്ക് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ബോഡി ഓൾവേസ് സ്റ്റാൻഡ്സ് ഫോർ ടുഡേ. ഇങ്ങനെയുള്ള കുറേ തെറ്റിദ്ധാരണകൾ കുട്ടികളുടെ ഇടയിലുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ ഒയിറ്റിക്ക് അറിയാം. ഇപ്പം അർജൻറ്റ്, എമർജൻസി എന്നുള്ളൊരു വാക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചാടി കയറി ടുഡേ എഴുതരുത്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. എമർജൻസി ആവുന്ന എപ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ലൈഫ് റിട്ടേണിങ് കേസ് ആകുമ്പോഴാണ് നിങ്ങളുടെ ഈ പറയുന്ന ടുഡേ വെച്ച് എഴുതേണ്ടി വരുന്നത്. ഒരു ലൈഫ് റിട്ടേണിങ് കേസ് ആകുമ്പോൾ മാത്രമാണ് ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ ഡോക്ടറിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇപ്പോൾ എന്താണ് ഈ പേഷ്യൻറ്റിൻ്റെ സ്റ്റേറ്റസ് എന്ന് പറയേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അത് ഓരോ സിറ്റുവേഷൻ പോലെ ഇരിക്കും. ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നുമല്ല, ക്വസ്റ്റ്യൻ വാസ് ലൈക്ക് പ്ലാനിലുള്ള കാര്യങ്ങൾ റെക്കമെൻഡേഷനിൽ തന്നെയാണോ എഴുതേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. അങ്ങനെ ഒരു റൂളും ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഞാനത് പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ബോഡിയിൽ ഇങ്ങനെ, സെക്കൻഡ് ബോഡിയിൽ അങ്ങനെ എന്നൊരിക്കലും OET പറയുന്നില്ല. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെക്കമെൻഡേഷനിൽ അല്ലെങ്കിൽ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട് പ്രൊവൈഡ് വൂണ്ട് ഡ്രസ്സിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കത് റെക്കമെൻഡേഷൻ തന്നെ എഴുതണമെന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൽ പറയുന്നുണ്ടാവാം ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ ഹി വാസ് പ്രൊവൈഡഡ് വൂണ്ട് ഡ്രസ്സിങ്. അവിടെ നമ്മൾ ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്ത ബോഡിയിൽ നമ്മൾ ഒരുപക്ഷെ പേഷ്യൻ്റെ സോഷ്യൽ മെഡിക്കൽ ഹിസ്റ്ററി ചർച്ച ചെയ്തതിന് ശേഷം ലാസ്റ്റ് ബോഡിയുടെ അവസാനമായിരിക്കും നമ്മൾ എന്തെഴുതുന്നത്, അപ്പോൺ ഡിസ്ചാർജ് പ്ലീസ് പ്രൊവൈഡ് വൂണ്ട് ഡ്രസ്സിങ്. അപ്പോൾ ഫസ്റ്റ് ബോഡിയിൽ ഒരു കാര്യത്തിൻ്റെ പകുതി കാര്യങ്ങൾ ഫസ്റ്റ് ബോഡിയിലും പിന്നെ കുറേ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോയിട്ട് അതിൻ്റെ ബാക്കിയും എഴുതുക എന്ന് പറയുന്നത് ബ്രോക്കൺ നറേഷൻ എന്ന് പറയുന്നൊരു ഇതിലേക്ക് വരും. സോ നമുക്ക് റെക്കമെൻഡേഷനിലായാലും കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും എവിടെയാണെങ്കിലും ഏത് ബോഡി പാരഗ്രാഫിലാണെങ്കിലും നമുക്കത് കണക്ട് ചെയ്ത് എഴുതാൻ തന്നെ സാധിക്കും. സോ അങ്ങനെ ഒരു റൂൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. Okay, one last question. Medication is to be written in starting capital letter. മെഡിക്കേഷൻ ബ്രാൻഡ് നെയിംസ് ആണെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഇഫ് ഇറ്റ് ഇസ് എ ജനറൽ നെയിം ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഗോ വിത്ത് ദ സ്മോൾ ലെറ്റേഴ്സ്. പക്ഷേ നിങ്ങൾ അതിൽ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആവുകയോ ടെൻഷൻ ആവുകയോ വേണ്ട. ഇഫ് യു ആർ കൺഫ്യൂസ്ഡ് വെദർ ഇറ്റ് ഈസ് ബ്രാൻഡ് നെയിം ഓർ ജനറൽ നെയിം, you can just follow the exact pattern followed by the OET the case note. അതിലൊരിക്കലും നിങ്ങളുടെ മാർക്ക് പോകില്ല. But this is the rule. A brand name has to be started with capital letters. General names has to start with small letters. അപ്പോൾ അതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. OET എങ്ങനെ അതിൽ കേസ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണോ അത് എക്സാക്ട്ലി അത് ഫോളോ ചെയ്താലും it's not going to affect your scoring. Okay. All right. So before next question, let's wind it up. Yeah. But don't worry. You can ask question, no problem. We'll be answering it. ഇന്ന് നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാം. നിങ്ങളുടെ ഈ ലൈവ് സെഷൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം. വിൽ ബി ഓൺലൈൻ ആൻഡ് വിൽ ബി റെസ്പോണ്ടിങ് യുവർ ക്വസ്റ്റ്യൻസ്. സോ ലൈവ് സെഷൻ തീർന്നു പോയി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയുന്ന ഡൗട്ട് നിങ്ങൾ മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. യു കെൻ ഡെഫിനറ്റ്ലി ആസ്ക് ഇൻ ഓൾ ദി വെരി വെരി ഡൗട്ടെല്ലാം മനസ്സിൽ വെച്ചിട്ട് പോരുത്. അതെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ടേക്കിംഗ് എ ചാൻസ്. ഒരു ചാൻസ് എടുക്കുകയല്ല, നമ്മൾ ഗോയിങ് ടു ഗീവ് യുവർ 100%. ഇപ്പം നിങ്ങൾക്ക് പലതരം ടെൻഷൻസ് ഉണ്ടാവാം. എക്സാം പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുമോ, ഞാൻ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്ക് ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ സ്പീക്കിങ്ങിന് പോകുമ്പോൾ ഞാൻ നെർവസ് ആവും. ഒന്നും വേണ്ട. ബി ഹാപ്പി ആൻഡ് ബി പോസിറ്റീവ് ആൻഡ് ഡോണ്ട് വറി അബൌട്ട് ദ റിസൾട്ട്സ് എന്തും ആവട്ടെ. അത് എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ വരട്ടെ. പക്ഷേ നിങ്ങൾ അതിനെപ്പറ്റി ഓവറായിട്ട് വറീഡായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും നമ്മുടെ ബേർഡൻ കൂട്ടുകയുള്ളൂ, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് പോവുകയുള്ളൂ. സോ നമ്മുടെ അക്കാഡമിയിൽ ഇപ്പോൾ നമ്മൾ ഓൺലൈനാണെങ്കിൽ കഴിഞ്ഞ ഈ മൺഡേ ഓൺവേഴ്സ് കണ്ടിന്യൂസ് മോക്ക് ടെസ്റ്റാണ് കുട്ടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ തന്നെയാണ് റൈറ്റിങ്ങിൻ്റെ ആൻസേഴ്സ് കറക്റ്റും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നമുക്ക് ആ കുട്ടികളുടെ പ്രോഗ്രസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരുപാട്. അപ്പോൾ എന്താണ്, തീർച്ചയായിട്ടും ആ ഒരു ടൈം മാനേജ്മെൻ്റ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും വരേണ്ട കാര്യമില്ല. കീപ്പ് ഇറ്റ് പോസിറ്റീവ്
ബി കോൺഫിഡൻറ്റ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻസ് ആൻഡ് എക്സാമിനേഷന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ തരിക, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള പുതിയ കാര്യവും ചേഞ്ചസ് ബാക്കിയുള്ള എല്ലാ എന്തൊക്കെയാണ് കാര്യങ്ങളെല്ലാം വന്നത്? പറഞ്ഞു തരിക. അതെ, പുതിയ ചേഞ്ചസ് എന്തൊക്കെയാണ്? ബിക്കോസ് ഫോർ ദ കമ്മിങ് സ്റ്റുഡൻസ് ദാറ്റ് വിൽ ബി Yes. really really helpful. So that's it. All the very best, and thank you so much for watching, and thank you so much for an active live session too. Those who have asked questions, we hope we could clear all your doubts. So thank you. Thank you so much.